നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. രാജ്യ ചരിത്രത്തിലെ കറുത്ത ഏടായ ഇന്ത്യ വിഭജനത്തെക്കുറിച്ചുള്ള പേടിപ്പിക്കുന്ന ഓർമ്മകൾ ഓർത്തെടുക്കുന്നതിനെ എതിർക്കുന്നവർ ചരിത്രത്തെ മറക്കുകയാണ്. ഒരു ജനത നേരിട്ട ദുരിതത്തെ വിസ്മൃതിയിലാക്കാൻ മെനക്കെടുന്നവർ ദുരന്തം നേരിട്ടവരെയാണ് മറക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 14 ഇന്ത്യ വിഭജന ഭീതി ഓർമ്മ ദിനം. അത് ആചരിക്കണമെന്ന് ഗവർണർ സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് നിർദ്ദേശം നൽകിയപ്പോൾ വേണ്ടെന്ന് ഉത്തരവിട്ടത് സംസ്ഥാന സർക്കാർ. സംഘപരിവാർ അജണ്ടയാണ് വിഭജന ഭീതി ഓർമ്മയെന്ന് കോൺഗ്രസ്. വിഭജന സമയത്ത് ഉറ്റവരെ നഷ്ടമായവരോടും കൊല്ലപ്പെട്ടവരോടും നമുക്ക് ചെയ്യാവുന്ന കടമ അവരെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2021 മുന്നോട്ട് വെച്ചതാണ് ഓഗസ്റ്റ് 14 വിഭജന ദിന ഭീതി ഓർമ്മിക്കൽ. വീണ്ടും ഒരു വിഭജനത്തിനായുള്ള അജണ്ടയെന്ന് പറഞ്ഞ് തള്ളുന്നതിന് പിന്നിലെ രാഷ്ട്രീയ അജണ്ട എന്താണ്? സ്വാതന്ത്ര്യദിനത്തെ ഇകഴ്ത്തുന്നവരാണ് ഇന്ത്യ വിഭജന ദിനം ഓർക്കാൻ പറയുന്നതെന്ന ന്യായം ശരിയോ? കൊല്ലപ്പെട്ടവരോടും ക്രൂരമായി മുറിവേറ്റവരോടും നമുക്ക് ചെയ്യാവുന്ന കടമ എന്തുകൊണ്ട് മറക്കുന്നു? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ഡിബേറ്റിൽ ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ റോണി കെ ബേബി, ശ്രീ രാഹുൽ ഈശ്വർ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ റോണി കെ ബേബി, ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഇത് ഏറ്റെടുക്കേണ്ടതല്ലേ? കാരണം ഇന്ത്യ വിഭജനത്തിന്റെ ഓർമ്മ അത് പുതുക്കുന്നത് അതിലെന്ത് തടസ്സമാണ് ഉള്ളത്? അന്നത്തെ ആ ദുരന്തം ഏറ്റുവാങ്ങിയവരോട് രാജ്യത്തിനൊരു കടമയുണ്ടല്ലോ, അവരെ ഓർക്കുക എന്നുള്ളത്. അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് കോൺഗ്രസ് വരുമ്പോൾ കോൺഗ്രസിന്റെ തന്നെ എത്രയോ നേതാക്കളുടെ ജീവൻ ബലി കഴിപ്പിച്ചിട്ടുള്ളതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ. അവരെ പോലും വിസ്മൃതിയിലാക്കുന്ന ഒന്നായി പോയില്ലേ? എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്? വിഭജനം അത് നമുക്ക് ഓർക്കേണ്ട എന്ന്. 2021 ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യത്തിന്റെ ജൂബിലിയുമായി ബന്ധപ്പെട്ട് അന്നാണ് അദ്ദേഹം ആദ്യമായി ഓഗസ്റ്റ് 14 വിഭജനത്തിന്റെ ഭീതിയുടെ ഓർമ്മ ദിനമായി ആചരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. അന്ന് തന്നെ കോൺഗ്രസ് അതിശക്തമായ പ്രതിഷേധം ഇതിൽ രേഖപ്പെടുത്തിയിരുന്നു. വീണ്ടും നമുക്കറിയാം, ഇപ്പോൾ ഗവർണർ സർവകലാശാലകളിൽ ഈ ദിനത്തിന്റെ ഓർമ്മയുമായി ബന്ധപ്പെട്ട് സെമിനാറുകളും ചർച്ചകളും ഒക്കെ സംഘടിപ്പിക്കണം, ഈ ദിനം ഓർമ്മിക്കണം, അനുസ്മരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഒക്കെ പ്രസ്താവനകൾ അങ്ങേക്ക് ശ്രദ്ധിക്കാം, അതിശക്തമായിട്ട് ഒരു വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം എന്തിനാണ് ഇത് ഓർക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? കാരണം വളരെ വ്യക്തമാണ്. ചരിത്രത്തിന്റെ മുറിവുകളിൽ വിഷം പുരട്ടുവാനാണ്, വീണ്ടും വീണ്ടും വിഷം പുരട്ടുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ വിഭജനം മറക്കുന്നത് എന്തിനാണ്? നമ്മൾ ഇന്ത്യ വിഭജനത്തെ ഒരിക്കലും മറക്കണമല്ല, അതിന്റെ ചരിത്രത്തെ സത്യസന്ധമായിട്ട് നമ്മൾ കാണണം. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ ഓഗസ്റ്റ് 15 ഓർമ്മിക്കപ്പെടരുത്, സ്വാതന്ത്ര്യദിനം ഓർമ്മിക്കപ്പെടരുത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ മഹത്തായ പോരാട്ടങ്ങൾ, ആ മഹത്തായ സ്വാതന്ത്ര്യ സമരം, അതിനെ ഒന്ന് സംസ്കരിച്ചുകൊണ്ട് ഓഗസ്റ്റ് 14 അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായത് വിഭജനമാണ്, രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന കോൺഗ്രസിന്റെ പങ്കാളിത്തമല്ല, മറിച്ച് ഓഗസ്റ്റ് 14 ഇവിടെ വിഭജനം ഉണ്ടായി, ചോരപ്പുഴകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗമാണ്, കൃത്യമായി തന്നെ പറയാം, മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ അന്ന് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നടത്തിയ വർഗീയപരമായിട്ടുള്ള രക്തപ്പൊടിയൊഴുക്കലാണ് ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് കാരണമായി, അല്ല ഇന്ത്യയെ വിഭജിക്കുന്നതിന് കാരണമായി, അല്ലെങ്കിൽ RSS മുന്നോട്ട് വയ്ക്കുന്ന അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ആശയത്തിന് വിരുദ്ധമായി ഇന്ത്യയെ വിഭജിച്ചത്. അതിന് കോൺഗ്രസ് കൂടി കൂട്ടുനിന്നു എന്നുള്ള ഒരു കപട ചരിത്ര നിർമ്മിതി, ഒരു കപട നുണപ്രചരണം ഇത് നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ അതുമല്ല ഇന്ത്യ വിഭജനം അത് ഓർക്കുകയേ വേണ്ട എന്നുള്ള രീതിയിലേക്കാണ് കോൺഗ്രസിന്റെ ഈ നിലപാട് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സമാന്തരമായി ഇക്കാര്യം പറയാവുന്നതാണല്ലോ. ഇന്ത്യ വിഭജനം അത് ഓർക്കേണ്ടത് തന്നെയാണ്, അവരെ ഞങ്ങൾ അനുസ്മരിക്കുന്നു, ആ രീതിയിൽ ഒന്നുമില്ല. ഇത് ഓർത്തെടുക്കേണ്ട, അതെന്തോ വിഷം വമിക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തള്ളിപ്പറയുന്നത് അന്ന് ആ ഇന്ത്യ വിഭജന സമയത്ത് കൊല്ലപ്പെട്ടവരെയും ദുരിതം നേരിടേണ്ടി വരുന്നവരെയും അവരെ വിസ്മൃതിയിലാക്കുന്നതാണ്, അവരോടുള്ള കടമ മറക്കലാണ്. അതെന്തുകൊണ്ട് കോൺഗ്രസിന് അങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇടതുപക്ഷത്തെ നമുക്ക് വിടാം, കോൺഗ്രസിന് എങ്ങനെ അത് ചെയ്യാൻ പറ്റുന്നു? കാരണം ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഇവിടെ ഏറ്റവും ശക്തമായിട്ടുള്ളത്. ഇങ്ങനെ ഒരു ദിവസം ഓർമ്മിപ്പിക്കപ്പെടുന്നത് കൊണ്ട്, അല്ലെ ഓഗസ്റ്റ് 14 വിഭജനത്തിന്റെ ആ കരിനിഴലിന്റെ ഓർമ്മകൾ പുതുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്.
ഇവരെന്താണ് മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? ഇവർ മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് വളരെ വ്യക്തമാണ്. ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ അവരാണ് ഈ രാജ്യത്തില് ഏറ്റവും ഭീഷണിയായിട്ടുള്ളത്. അല്ലെങ്കിൽ മുസ്ലിം സമുദായമാണ്, മുസ്ലിം ലീഗാണ്, മുഹമ്മദ് അലി ചിന്നിയാണ് ഇന്ത്യ വെട്ടിമുറിക്കുവാൻ വേണ്ടി, അല്ലെ ചോരപ്പുഴ ഒഴുക്കുവാൻ വേണ്ടി അന്ന് നടന്ന ആക്രമണങ്ങളൊക്കെ ഏകപക്ഷീയമാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ, ഹിന്ദു മതവിശ്വാസികളെ സംഘടിതമായി കൂട്ടക്കുരുതി നടത്തുകയായിരുന്നു, കൂട്ടക്കൊല നടത്തുകയായിരുന്നു. അങ്ങനെ വെട്ടിമുറിച്ച് നേടിയതാണ് പാകിസ്ഥാൻ, അല്ലെ? അങ്ങനെയാണ് പാകിസ്ഥാൻ ഇവിടെ ഉണ്ടായത് എന്ന ഒരു നുണയിൽ അധിഷ്ഠിതമായ ഒരു ചരിത്രം, ഒരു അബദ്ധ ചരിത്രം ഇവിടെ ബോധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദിനാചരണം. എന്നാൽ ശരിയായ ചരിത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് അനുസ്മരിക്കാമല്ലോ, അതിന് നിങ്ങളിട്ട് മെനക്കെടുന്നുമില്ല. ശ്രീ പണിക്കർ, ഇത് ആരാണ് പറയുന്നത്, ആരാണ് ആഹ്വാനം ചെയ്യുന്നത്? അത് കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ ബഹിഷ്കരിക്കുവാനുള്ള ആഹ്വാനം ചെയ്യുന്നത്. കാരണം അവരുടെ അജണ്ടയാണ്, ഇപ്പോൾ സംഘ് പരിവാർ അജണ്ടയാണ്. ഇപ്പോൾ ഗവർണർ ആണെങ്കിൽ തന്നെ ഗവർണർ അങ്ങനെ ഒരു നിർദ്ദേശം സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് കൊടുക്കുമ്പോൾ അത് സംഘ് പരിവാർ അജണ്ട അടിച്ചേൽപ്പിക്കുന്നതാണ്. അതിനോട് ഞങ്ങൾ സഹകരിക്കേണ്ട, അതാണ് പറയുന്നത്. അപ്പോൾ ആ മെസ്സേജ് നൽകുന്നയാൾ ആരാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും ഇടതുപക്ഷവും ഈ നിലപാടെടുത്തിരിക്കുന്നത്. അത് വ്യക്തമാണ്. തീർച്ചയായിട്ടും. ഞാനിവിടെ ശ്രീ റോണി സംസാരിക്കുന്നതിൻ്റെ പൂർണ്ണ ഭാഗം കേട്ടില്ല, ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ അവസാന ഭാഗം മാത്രമാണ് ഞാൻ കേട്ടത്. അദ്ദേഹം ഓർക്കേണ്ടത് ഈ ദിവസത്തിന് കൊടുത്തിരിക്കുന്ന പേര് വിഭജന ഭീതി അനുസ്മരണ ദിനം എന്നാണ്. രാജ്യം വിഭജിക്കപ്പെട്ട സമയത്ത് അതിന് ഇരയാക്കപ്പെട്ട കുറേയധികം ആൾക്കാരുണ്ട്. ജീവൻ നഷ്ടപ്പെട്ട ആൾക്കാർ, പലായനം ചെയ്യേണ്ടി വന്ന ആൾക്കാർ, ഉറ്റബന്ധുക്കൾ 2 രാജ്യങ്ങളിലായി പോകേണ്ടി വന്ന ആൾക്കാർ, പിന്നെ കൊല ചെയ്യപ്പെട്ട ആൾക്കാർ, ഈ പലായനത്തിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ട്രാൻസ് മൈഗ്രേഷനിൽ മരണപ്പെട്ടു പോയ ആൾക്കാർ, പിന്നെ ഏതാണ്ട് 75,000-ഓളം ആൾക്കാർ, സ്ത്രീകൾ ബലാത്സംഗത്തിന് വിധേയരായിട്ടുണ്ട് എന്നുമുള്ള എസ്റ്റിമേറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യ ചരിത്രത്തിലെ തന്നെ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും വലിയ ട്രാൻസ് മൈഗ്രേഷനാണ് ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായത്. ഏതാണ്ട് 2 കോടി ആൾക്കാർ അതിൽ അഫക്റ്റഡ് ആയി എന്നാണ് കണക്ക്. അതേപോലെ തന്നെ അതിൽ മരണം സംഭവിച്ചിരിക്കുന്നത് ഏതാണ്ട് 2 മില്യണാണ്, 20 ലക്ഷം. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു റഫ് എസ്റ്റിമേറ്റ് ആണ്, ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അവരവരുടെ ജന്മദേശങ്ങളിൽ നിന്ന് ഒരുപക്ഷെ വേരോടെ പിഴുതെറിയപ്പെട്ട കുറേയധികം ആൾക്കാർ, അങ്ങനെ ഇരയാക്കപ്പെട്ട ആൾക്കാരെ അനുസ്മരിക്കുന്നതിനാണ് ഈ ദിനം. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചപ്പോൾ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന മതന്യൂനപക്ഷമൊക്കെ ഇതിൽ എവിടെ നിന്നാണ് കയറി വരുന്നത് എന്നെനിക്ക് സത്യമായിട്ട് മനസ്സിലാകുന്നില്ല. അതേപോലെ തന്നെ മുഹമ്മദ് അലി ജിന്നയെ പറ്റി പറയുന്നു. ജിന്ന ഇന്ത്യൻ മുസ്ലിമിൻ്റെ പ്രതീകമാണ് എന്ന് അദ്ദേഹം കരുതുന്നുണ്ടോ? അങ്ങനെ ഞാൻ കരുതുന്നില്ല. ഇന്ത്യയിൽ ആത്മാഭിമാനമുള്ള ഒരു മുസ്ലിം പോലും അങ്ങനെ കരുതുമെന്നും ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഇതിൽ മതന്യൂനപക്ഷത്തിനെയൊക്കെ തന്നെ ചുമ്മാ കൊണ്ടുവന്ന് അനാവശ്യമായിട്ട് വർഗീയമല്ലാത്ത രാജ്യ താല്പര്യത്തിലുള്ള കുറേയധികം പാവപ്പെട്ട ഇരയാക്കപ്പെട്ട മനുഷ്യരെ ഓർമ്മിക്കുന്നതിനുള്ള ഒരു ദിവസത്തിനെ വർഗീയ വിഷം വമിപ്പിച്ചുകൊണ്ട് അതിനെ എന്തോ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ചിത്രീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കോൺഗ്രസ് ആയിക്കോട്ടെ, ഇടതുപക്ഷമായിക്കോട്ടെ ഒക്കെ ചെയ്യുന്നത് ഇത് തന്നെയാണ്. അതല്ല എങ്കിൽ ഓഗസ്റ്റ് 14-ാം തീയതി പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനമായതിന്റെ പേരിലാണോ അന്ന് ഇങ്ങനെ ഒരു ദിവസം വെച്ചതിൽ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട്? എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ദുരന്തത്തിനെ അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു ട്രാജഡിയെ, അങ്ങനെയുള്ള കാര്യങ്ങളെ അനുസ്മരിക്കുന്ന ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ ഒന്നുമല്ല. അങ്ങനെ കോൺഗ്രസിന് എന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാർ ഉണ്ടാകുന്നു. ആ ലിബറേഷൻ വാർ ഉണ്ടാകുന്ന സമയത്ത് ബംഗ്ലാദേശിൽ വളരെ കൂട്ടമായിട്ട് മനുഷ്യക്കുരുതി ഉണ്ടാകുന്നുണ്ട്. ബംഗ്ലാദേശ് ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് മാർച്ച് 25 ജനസൈഡ് റിമെമ്പറൻസ് ഡേ എന്നാണ് അതിനെ ആചരിക്കുന്നത്. ആ വംശഹത്യ അന്ന് നടന്നിരിക്കുന്നതിനെ ആ രാജ്യം ഒന്നാകെ അനുസ്മരിക്കുകയാണ്. അത് വർഗീയത പടർത്തുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നും അതൊരു ഓർമ്മപ്പെടുത്തലാണ് എന്നും നമ്മുടെ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനി അത് ഉണ്ടാകാൻ പാടില്ല. അതാണ് അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ലെസൺസ്. അവർക്ക് നമ്മൾ ട്രിബ്യൂട്ട്സ് അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇനി ഇങ്ങനെ നമ്മുടെ തലമുറയിലോ അല്ലെങ്കിൽ വരും തലമുറകളിലോ ഇങ്ങനെ ഉണ്ടാകരുത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നതാണ്. ഇപ്പോൾ ഈ അടുത്തിടെ പോലും ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, യുക്രൈനിൽ അവിടെ സെലൻസ്കി തന്നെ സ്ഥിരമായിട്ട് ആചരിക്കുന്ന അവരുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട അനുസ്മരണ ദിവസമാണ് ഹോളോഡോമർ മെമ്മോറിയൽ ഡേ. 1930-കളിൽ ഒരു മാൻമെയ്ഡ് ഫാമിൻ അവിടെ ഉണ്ടായിരുന്നുവെന്നും യുക്രൈനിലുള്ള നിരവധി ആൾക്കാർ അതിന് വിധേയരായിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ട്രാജഡിയെ അവർ ഓർക്കുകയാണ്, ഹോളോഡോമർ ഡേ. അപ്പോൾ ഈ ഹോളോഡോമർ മെമ്മോറിയൽ ഡേയിലാണ് അവർ ചില പ്രധാനപ്പെട്ട വിദേശ രാജ്യങ്ങളെ അവരെ അതിഥികളായിട്ട് ക്ഷണിക്കുന്നതും ആ സമയത്ത് ഈ മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നതും ഒക്കെ ഈ ഒരു ദിവസമാണ്. എന്തിനേറെ പറയുന്നു, ഒരു 2 ഡസനിലധികം യൂറോപ്യൻ രാജ്യങ്ങൾ കൃത്യമായിട്ട് അനുസ്മരിക്കുന്ന മറ്റൊരു ദിവസമാണ് ഹോളോകോസ്റ്റ് ഹൊറേഴ്സ് റിമെമ്പറൻസ് ഡേ. നമുക്കറിയാമല്ലോ, ഹോളോകോസ്റ്റ് എന്ന് പറയുമ്പോൾ
അതിലാരാണ് വിധേയരായിട്ടുള്ളത്, ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരാണ് വിധേയരായിട്ടുള്ളത്, ഇതെല്ലാവർക്കും അറിയാം. ജർമ്മനിയിൽ അത് ആചരിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹോളോകോസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നാസികളും അതിന് ഏറ്റവും വലിയ നേതൃത്വം കൊടുത്തിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുമാണ്. പക്ഷെ ജർമ്മനിയിലും ഈ ഒരു ദിവസം അവരിങ്ങനെ അനുസ്മരിക്കുന്നുണ്ട്. അപ്പൊ അത് മനുഷ്യന്, പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള ഇരയാക്കപ്പെട്ട മനുഷ്യരോടുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അവരെ ഓർക്കുന്നതിൽ കൂടി മാത്രമേ നമുക്ക് ഇന്ന് പ്രകടിപ്പിക്കാനായിട്ട് കഴിയൂ. ശരി, ശ്രീത്, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ രാഷ്ട്രപതി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണം. के परिणाम स्वरूप स्वास्थ्य सेवा के क्षेत्र में हम क्रांतिकारी बदलाव देख रहे हैं। इस योजना के तहत अब तक 55 करोड़ से अधिक लोगों को सुरक्षा कवच प्रदान किया जा चुका है। सरकार ने 70 वर्ष और उससे अधिक आयु के सभी वरिष्ठ नागरिकों को इस योजना की सुविधा उपलब्ध करा दी है, चाहे उनकी आय कितना भी हो। स्वास्थ्य सेवाओं तक पहुंच से जुड़ी असमानताएं दूर होने से गरीब और निम्न मध्यम वर्गों के लोगों को भी सर्वोत्तम संभव स्वास्थ्य सेवाएं उपलब्ध हो रही है। इस डिजिटल युग में ये स्वाभाविक है कि भारत में सबसे अधिक प्रगति सूचना प्रौद्योगिकी क्षेत्र में हुई है। लगभग सभी गांव में 4G मोबाइल कनेक्टिविटी उपलब्ध है। शेष कुछ हजार गांव में भी ये सुविधा शीघ्र ही पहुंचा दी जाएगी। इससे डिजिटल भुगतान तकनीकी को बड़े पैमाने पर अपनाना संभव हो पाया है। डिजिटल भुगतान के क्षेत्र में भारत कम समय में ही विश्व का अग्रणी देश बन गया है। इससे डायरेक्ट बेनिफिट ट्रांसफर को भी बढ़ावा मिला है तथा लक्षित लाभार्थियों तक कल्याणकारी भुगतान बिना किसी रुकावट और लीकेज के पहुंचना सुनिश्चित हो रहा है। दुनिया में होने वाले कुल डिजिटल लेन देन में से आधे से अधिक लेन देन भारत में होते हैं। ऐसे बदलाव से एक गतिमान डिजिटल अर्थव्यवस्था का निर्माण किया गया है, जिसका योगदान देश के सकल घरेलू उत्पाद में साल दर साल बढ़ रहा है। आर्टिफिशियल इंटेलिजेंस टेक्नोलॉजिकल एडवांसमेंट का अगला चरण है, जो हमारे जीवन में अपना स्थान बना चुका है। सरकार ने देश के AI क्षमताओं को मजबूत करने के लिए इंडिया AI मिशन शुरू किया है। इस मिशन के तहत ऐसे मॉडल विकसित किए जाएंगे जो भारत की विशिष्ट आवश्यकताओं को पूरा करेंगे। हमारी आकांक्षा है कि वर्ष 2047 तक भारत एक ग्लोबल AI हब बन जाए। इस दिशा में सामान्य लोगों के लिए तकनीकी प्रगति का सर्वोत्तम उपयोग और प्रशासन व्यवस्था में सुधार करके उनके जीवन को बेहतर बनाने पर विशेष ध्यान दिया जाएगा। जनसामान्य के जीवन को बेहतर बनाने के लिए कारोबार को आसान बनाने के साथ साथ जीवन को आसान बनाने पर भी समान बल दिया जा रहा है। രാഷ്ട്രപതി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് ഇപ്പോൾ കണ്ടത്. ഓഗസ്റ്റ് 14 ഇന്ന് രാജ്യം വിഭജന ഭീതി ഓർമ്മ ദിനമായി ആചരിക്കുകയാണ്. പക്ഷേ കേരളത്തിൽ ആചരിക്കേണ്ട എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു സർക്കാർ. ഗവർണർ നേരത്തെ സർവകലാശാലകളോട് വിഭജന ഭീതി ഓർമ്മ ദിനം ആചരിക്കണം എന്നുള്ള കാര്യം സർക്കുലറായി തന്നെ നൽകിയതാണ്. പക്ഷേ അതിനോട് സഹകരിക്കേണ്ട എന്ന നിലപാടാണ് സർക്കാർ എടുത്തത്. ശ്രീ പണിക്കർ, ഇവിടെ കോൺഗ്രസ് പ്രതിനിധി ശ്രീ റോണി കെ ബേബി പറഞ്ഞു വരുമ്പോൾ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഇന്ത്യ വിഭജനത്തിനെതിരാണ് എന്നുള്ള കാര്യത്തിൽ അത് ഓർമ്മിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ ദുരിതങ്ങൾ അത് മറക്കരുത് എന്നുള്ള കാര്യമൊക്കെ കോൺഗ്രസിനും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് BJP ആണ് ഈ ഒരു നറേറ്റീവിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു നറേറ്റീവിലേക്ക് വരുമ്പോൾ അത് സ്വാതന്ത്ര്യദിനത്തെ ഇകഴ്ത്തി കാട്ടുന്നതിന് തുല്യമായിട്ട് അതിന് തൊട്ട് തലേ ദിവസം ഇങ്ങനെ ഇന്ത്യ വിഭജനത്തിൻ്റെ ഓർമ്മ പുതുക്കുവാനുള്ള ഉത്തരവ് വരികയാണ്, അല്ലെങ്കിൽ നിർദ്ദേശം വരികയാണ്. അതിനെയാണ് കോൺഗ്രസ് സംശയത്തോടെ കാണുന്നതെന്നാണ്. അല്ല, ഒരിക്കലും അങ്ങനെയല്ല. അത് ഇന്ത്യ വിഭജനത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസം നമ്മൾ ഇതിന്റെ തലേ ദിവസമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിന് നമ്മുടെ സ്വാതന്ത്ര്യദിനവുമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് 14 മറ്റൊരു പ്രത്യേകതയുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയുള്ള രാജ്യം നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനാണ്. അവർക്ക് ഓഗസ്റ്റ് 14 ഇന്നാണ് അവരുടെ സ്വാതന്ത്ര്യദിനം. അപ്പൊ ആ ദിനത്തിൽ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നതിലാണോ കോൺഗ്രസിന്റെ പ്രശ്നം?
അതെനിക്കറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റെന്ത് സിഗ്നിഫിക്കൻസ് ആണ് ഓഗസ്റ്റ് 14 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം? മറ്റൊരു സിഗ്നിഫിക്കൻസും ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഓർമ്മ പുതുക്കി നമ്മുടെ വിഭജനം, രാജ്യം രൂപീകരിക്കുന്നതിന് കാരണമായിട്ടുള്ള ആ ഒരു വിഭജനത്തിന്റെ ഓർമ്മകൾ പുതുക്കി അന്ന് ഇരയാക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരോട് അവരെ അനുസ്മരിച്ചതിന് ശേഷം അടുത്ത ദിവസം നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. അവരുടെ കൂടി ഈ പ്രയത്നത്തിന്റെ ഫലമാണ്, അല്ലെങ്കിൽ ഇതിനൊക്കെ ഇരയാക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരെ സ്മരിക്കുന്നതിൽ എന്ത് പ്രശ്നമുള്ളത്? അതിനകത്ത് അപാകത എന്താണ് കോൺഗ്രസ് കാണുന്നത്? അതാണ് അത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് അതുമായിട്ട് സഹകരിക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ സ്വന്തം നിലയിൽ ആചരിക്കേണ്ടതല്ലേ? ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കര് ചൂണ്ടിക്കാട്ടിയതുപോലെ ബംഗ്ലാദേശോ അല്ലെ മറ്റു രാജ്യങ്ങളോ പോലെ അതിനെ കമ്പയർ ചെയ്ത് ഉള്ളൊരു സംഭവമല്ല ഇത് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് കാലാകാലങ്ങളായി BJP കൊണ്ടുവരുന്ന ഒരു കഥയുണ്ട്. ആ കഥ എന്ന് പറയുന്നത് ഇന്ത്യ വിഭജനത്തിന് മുസ്ലിം ലീഗ് മാത്രമാണ് ഉത്തരവാദികൾ, ജിന്ന മാത്രമാണ് ഉത്തരവാദികൾ. ആ കഥ, ആ തിരക്കഥ അത് കൂടുതൽ ശക്തമായി ഭരണത്തിന്റെ മറവിൽ അത് ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ രൂഢമൂലമായ ഒരു ചരിത്ര സത്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ ഓഗസ്റ്റ് 14. കാരണം ജിന്നയെ അനുകൂലിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ജിന്നിയാണ് അല്ല, അങ്ങനെ വന്നാൽ ഈ തിരിച്ചു ചോദിക്കേണ്ടതുണ്ട്. 2005 LK അദ്വാനി ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കര് പറഞ്ഞു. ഇതിനോട് ഞാൻ കൗണ്ടർ ചെയ്ത് പറയാം. 2005 LK അദ്വാനി BJPയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം പാകിസ്ഥാനിൽ ചെന്നുകൊണ്ടാണ് പറഞ്ഞത് ജിന്ന മഹാനായ മതേതര നേതാവാണ് എന്ന് പറഞ്ഞത് LK അദ്വാനിയാണ്. അതുപോലെ തന്നെ ജസ്വന്ത് സിംഗ് BJPയുടെ മറ്റൊരു നേതാവ്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ പറയാം, ജിന്ന ഇന്ത്യ പാർട്ടീഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ്. ആ പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഈ പാർട്ടീഷന്റെ ചരിത്രത്തിന്റെ അത് മുഴുവൻ ജിന്നയുടെ തലയിലേക്ക് വെച്ച് കെട്ടേണ്ടതെന്നാണ്. അപ്പോൾ ഇവിടെ കൃത്യമായി നമുക്കറിയാം സംഘപരിവാറിന്, RSSന്, അല്ലെ ഹിന്ദു മഹാസഭയ്ക്ക് വളരെ കൃത്യമായി തന്നെ ഈ വിഭജനത്തിന്റെ ആ ചരിത്ര വഴികളിൽ ഇവർ അവരുടേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്, അവരുടേതായിട്ടുള്ള സംഭാവന വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും 2 രാഷ്ട്രങ്ങളാണെന്നും അവർക്ക് ഒരിക്കലും ഒന്നിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 രാജ്യമായി മുന്നോട്ട് പോകണമെന്നും ജിന്നയൊക്കെ പറയുന്നതിന് എത്രയോ മുന്നേ MS ഗോപാൽ മിത്ര അദ്ദേഹം 50 വർഷങ്ങൾക്ക് മുമ്പ് ജിന്ന അല്ലെങ്കിൽ ലീഗ് 1940 ഔദ്യോഗികമായി ഈ പാകിസ്ഥാന് വേണ്ടി ആവശ്യപ്പെട്ടത് 1940. ഇതിനും 50 വർഷങ്ങൾക്ക് മുമ്പ് ഗോപാൽ മിത്ര അല്ലെങ്കിൽ ഭായി പരമാനന്ദ്, PS മുൻചെ, VD സവർക്കർ 1930 ഹിന്ദു മഹാസഭ പ്രമേയം പാസ്സാക്കുന്നത്. 1940 ലീഗ് പ്രമേയം പാസ്സാക്കുന്നതെങ്കിൽ 1930 ഈ ധിരാഷ്ട്രത്തിന് വേണ്ടി, ഇന്ത്യ വിഭജനത്തിന് വേണ്ടി പ്രമേയം പാസ്സാക്കിയവരാണ് ഹിന്ദു മഹാസഭ. അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ സിംഗ് എന്ന് പറയുന്ന പോലീസ് ഓഫീസറുടെ രേഖകളൊക്കെ, അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് ഒക്കെ, അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോഴും ഡൽഹിയിലെ ആഭ്യന്തര വകുപ്പിന്റെ കൈവശമുണ്ട്. ഇതൊക്കെയാണെങ്കിലും ആ മുറിവുണ്ടായല്ലോ, ഇന്ത്യ വിഭജന സമയത്തെ മുറിവുകളാണ്, ആ മുറിവുകളാണ് ഓർത്തെടുക്കുന്നത്. അത് ഓർത്തെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിനോടൊരു ചോദ്യമുണ്ട്. അദ്ദേഹം ഇപ്പൊ പറഞ്ഞു മുഹമ്മദ് അലി ജിന്നയെ പറ്റി പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന BJP നേതാക്കന്മാർ ശരിയാണ്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതായിരിക്കും. അങ്ങനെയാണ് എങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞിരിക്കുന്നതാണ് ആപ്തവാക്യമെങ്കിൽ വി മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ദ പെയിൻസ് ഓഫ് ലേബർ എന്നാണ് സ്വാതന്ത്ര്യദിനത്തിനെ കുറിച്ച്, അതിനുണ്ടായിരുന്ന ഭീകരതയെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ആ പെയിൻസ് ഓഫ് ലേബർ എന്താണ്? ആ പെയിൻസ് ഓഫ് ലേബർ എന്ന് പറയുന്നത് പാർട്ടീഷന്റെ ദുരിതമാണ്. അതിനെപ്പറ്റി നമ്മൾ മറക്കരുതെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അനുസ്മരിക്കേണ്ടതല്ലേ? നിങ്ങൾ അനുസ്മരിക്കുന്നുണ്ടോ? 1. 2, ഇപ്പൊ ഈ പറഞ്ഞു പല ആൾക്കാരുടെ ആശയമുണ്ട്, പലരും വിത്തിട്ടിട്ടുണ്ട്, ഈ ദുരാഷ്ട്ര സിദ്ധാന്തമുണ്ട്, ഇന്ത്യ വിഭജനമുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഹിന്ദു മഹാസഭ ഇവർ പറഞ്ഞതിന്റെ പേരിലാണോ ഇന്ത്യ വിഭജനം ഉണ്ടായത്? ഇന്ത്യ വിഭജനം ഉണ്ടായത് ഈ മീറ്റിങ്ങിന് ശേഷമാണ്. കാണുമോ? ഇന്ത്യ വിഭജനത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ് പ്രമേയം പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ പാർട്ടീഷൻ ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കുന്ന സമയത്ത് കൈപൊക്കുന്ന നേതാക്കന്മാരാണ്. ആ ഫ്രണ്ട് ലൈനിൽ ഇരിക്കുന്നില്ലേ, അതാണ് ജവഹർലാൽ നെഹ്റു, ഇപ്പുറത്തിരിക്കുന്ന രാജേന്ദ്ര പ്രസാദ്, ബാക്കിലിരിക്കുന്ന GB പന്ത്, കോൺഗ്രസ് നേതാക്കന്മാരാ. ഇന്ന് ഇങ്ങനെ ഈ കൈ പൊക്കിയത് കൊണ്ടാണ് ഫോട്ടോഗ്രാഫർമാരെ പോലും അനുവദിക്കാതിരുന്ന് രഹസ്യമായി മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ഇന്ത്യ പത്മവിഭൂഷണോ മറ്റോ കൊടുത്ത് ആദരിച്ചിരുന്ന ഹൊമായി വ്യാരവാല എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ അവിടെ ടേബിളിന്റെ അടിയിൽ ഒളിച്ചിരുന്നെടുത്തിരുന്ന ഫോട്ടോയാ. ആ ഫോട്ടോയാ ഏതാ? പാർട്ടീഷൻ വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നെഹ്റു കൈപൊക്കുന്നു. അപ്പൊ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടീഷൻ വരുന്നത്. കോൺഗ്രസ് അതിനെ അംഗീകരിക്കുകയാണ്. അതല്ലാതെ ഇതുമായിട്ട് ആശയം വിത്തിട്ടിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ടായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, ഹിന്ദു മഹാസഭ വിത്തിട്ട ആശയത്തിനെ മുള പൊട്ടിച്ചു കൊണ്ടുവന്ന് അതിന് വെള്ളമൊഴിക്കുന്ന പണിയായിരുന്നോ ജവഹർലാൽ നെഹ്റുവിന്? അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ, വളരെ ലളിതമാണ്. താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന ജിന്ന പാർട്ടീഷൻ ഹൊറേഴ്സ് ഡേയിൽ ഇല്ല.
താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന ഹിന്ദു മുസ്ലിം വിരോധം പാർട്ടീഷൻ ഹൊറേഴ്സ് ഡേയിൽ ഇല്ല. ഇതിലാകെയുള്ളത് മുഖം നഷ്ടപ്പെട്ട, ഏത് ജാതിയാണ് ഏത് മതമാണെന്ന് അറിയാത്ത 2 കോടി മനുഷ്യരാണ്. അവരുടെ ട്രാൻസ് മൈഗ്രേഷനാണ്. അതിലുള്ള സ്ത്രീകൾ ഏതൊക്കെയോ മതവിഭാഗത്തിലുള്ള ഏതൊക്കെയോ സ്ത്രീകൾ ഉണ്ടായിരിക്കും. ബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കുന്ന 75,000-ൽ, മരിച്ചു പോയിരിക്കുന്ന 20 ലക്ഷം ആൾക്കാരിൽ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ, മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ, എല്ലാവരും ഉണ്ട്. ഇതിന്റെ കൃത്യമായ കണക്ക് നമ്മുടെ കയ്യിലുണ്ടോ? ആ ഒരു ദിനം ഓർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാലിയൻ വാലാബാഗ് മെമ്മോറിയൽ സ്ഥാപിച്ചത് കോൺഗ്രസ് അല്ലേ? ലളിതമായ ചോദ്യമാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ട്രാജഡിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ മെമ്മോറിയൽ സ്ഥാപിച്ചത് എന്തിനാ? നമ്മൾ അതിനെ പിന്നെ എന്തിനാ ഓർക്കുന്നത്? അത് ഓർക്കണം, നമ്മളത് മറക്കാൻ പാടില്ല. കാരണം ഇങ്ങനെയുള്ള കുറേയധികം മനുഷ്യരുടെ ത്യാഗത്തിന്റെ ഫലമാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്നുള്ള അനുസ്മരണമാണ്. ഇപ്പോ താങ്കളിപ്പോ ഈ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ, അദ്വാനിയുടേതും ജസ്വന്ത് സിംഗിന്റേതും ഒക്കെ പറഞ്ഞല്ലോ. വളരെ ലളിതമായിട്ട് ഞാൻ പറയാം. താങ്കളുടെ പ്രധാനപ്പെട്ട നേതാവും തിരുവനന്തപുരം MP-യുമായിട്ടുള്ള ശശി തരൂർ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ വിഭജന ഭീതി ദിനവുമായി ബന്ധപ്പെട്ട് നേരത്തെ അദ്ദേഹത്തിന് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം UN ഉണ്ടായിരുന്ന സമയത്താണ് UN ഔദ്യോഗികമായിട്ട് 20 വർഷം മുമ്പ് തീരുമാനിക്കുന്നത്. എന്താണ്? ഈ ഹോളോകോസ്റ്റ് റിമെമ്പറൻസ് ഡേ എന്ന് പറയുന്നത് UN തന്നെ ആചരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അത് അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ചരിത്രപരമായിട്ടുള്ള തീരുമാനമാണ് എന്ന്. അതായത് ഇത് ഹിസ്റ്റോറിക് ഡിസിഷനാണ്. ഇങ്ങനെ ക്രൂരമായി മുറിവേറ്റ ആൾക്കാരുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മളൊരു അനുസ്മരണ ദിനം എടുക്കുന്നത് അങ്ങേയറ്റം ഉചിതമാണ് എന്നാണ് പറഞ്ഞത്. ഈ വംശഹത്യയുടെ ചാരത്തിൽ നിന്നാണ് UN ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. ഇതെല്ലാം ഈ കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുപോവാ. ഈ വംശഹത്യയുടെ ചാരത്തിൽ നിന്നാണ് UN ഉയർത്തത് എന്ന് പറയുന്നത് പോലെ പാർട്ടീഷൻ ഹൊറേഴ്സ് എന്ന് പറയുന്ന ചാരത്തിൽ നിന്നാണ് ഇന്ത്യ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്രോപ്രിയേറ്റ് ആണ് അന്ന് മരിച്ചിരിക്കുന്ന, മുറിവേറ്റിരിക്കുന്ന, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ ഓർമ്മിക്കുക. അങ്ങനെ ഓർമ്മിക്കുന്ന ഒരു തെറ്റാണോ? ഞാൻ ചോദിക്കുന്നത്, എനിക്ക് മനസ്സിലാകാത്തത് തന്നെയാണ്. ശരിയാണ്. അത് കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത് അത് ഓർമ്മിക്കേണ്ട, അത് മുറിപ്പാടുകളാണ്, അതിനെ ഓർത്തെടുക്കേണ്ട എന്നാണ്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഇപ്പോൾ ഗവർണറുടെ നിർദ്ദേശത്തെക്കാൾ ഉപരിയായിട്ട് രാജ്യവ്യാപകമായി ഇത്തരത്തിൽ ഒരു വിഭജന ഭീതി ഓർമ്മ ദിനം വേണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നേരത്തെ തന്നെ പ്രധാനമന്ത്രി തന്നെ അത്തരമൊരു നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ അത് കോൺഗ്രസും ഇടതുപക്ഷവും അത് വേണ്ട എന്നുള്ള നിലപാടിലാണ് ഇപ്പോഴും. താങ്കൾ ഏത് പക്ഷത്താണ്? ശ്രീ മഞ്ജുഷ്, 2 കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ സർവ്വതല സ്പർശിയായിട്ട് ഓർക്കുന്നത് തന്നെയാണ് നല്ലത്. ആ ഓർക്കേണ്ടത് എന്തൊക്കെയാണ്? ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ഓഗസ്റ്റ് ആദ്യ ആഴ്ചകളിലും രണ്ടാമത്തെ ആഴ്ചയിലുമാണ് ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത മിറക്കിൾ ഓഫ് കൽക്കട്ട നടക്കുന്നത്. അതായത് ലോകത്തന്ന് ഏറ്റവും വലിയ പ്രശ്നബാധിതമായ പ്രദേശമാണ് കൽക്കട്ട, ദ മോസ്റ്റ് ട്രബിൾഡ് സിറ്റി ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന സ്ഥലം. ഇതിനെക്കുറിച്ചാണ് പിന്നീട് ലോർഡ് മൗണ്ട് ബാറ്റൻ പറഞ്ഞത്. അതായത് 55,000 ആയുധമേന്തിയ സൈനികർ പഞ്ചാബിലുണ്ട്, അവിടെ ഇന്നും കലാപമാണ്. പക്ഷേ ബംഗാളിൽ ഒരു ഒറ്റയാൾ പട്ടാളമുണ്ട്, അദ്ദേഹം ബംഗാളിലേക്ക് സമാധാനം കൊണ്ടുവന്നു. ഇത് ടെലിഗ്രാം അടിച്ച് ലോർഡ് മൗണ്ട് ബാറ്റൻ പറഞ്ഞ ഡോക്യുമെന്റഡ് ആയ കാര്യമാണ്. മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഓഗസ്റ്റ് ആദ്യ ആഴ്ച ബീഹാറിൽ നിന്ന്, പട്നയിൽ നിന്ന് ബംഗാളിൽ എത്തുകയും ഓഗസ്റ്റ് 13 മുതൽ ഇന്ന് പ്രത്യേകിച്ച് 14 അടക്കമുള്ള ദിവസങ്ങളിൽ ഏറ്റവും കാര്യമായി ഇടപെടുകയും 15-ാം തീയതി സ്വാതന്ത്ര്യ സമരത്തിന്റെ ആഘോഷങ്ങളിൽ നിന്ന് മാറി പ്രാർത്ഥനയിൽ അടക്കം നിൽക്കുകയും മിറക്കിൾ ഓഫ് കൽക്കട്ട, കൽക്കട്ടയിലെ മഹാത്ഭുതം എന്ന് പറയുന്ന സംഭവം ചരിത്രകാരനായ ലൂഡി ആണെന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മിറക്കിളാണിത്. പാർട്ടീഷൻ ഉണ്ടാക്കിയ നെഗറ്റിവിറ്റി, അതായത് ലഭ്യമായ കണക്കുകൾ പ്രകാരം 5 മുതൽ 8 ലക്ഷം വരെ എന്നാണ് പല ആൾക്കാരും പഞ്ചാബിൽ മരിച്ചവരുടെ കണക്ക് മാത്രം പറയുന്നു. ചില ആൾക്കാർ അത് 10 മുതൽ 12 ലക്ഷം, അതായത് ഏകദേശം 1 to 1 മില്യൺ ആൾക്കാർ പറയുന്നു. അങ്ങനെ വ്യാപകമായി നേരത്തെ ശ്രീ സി പണിക്കർ സൂചിപ്പിച്ചതുപോലെ പല കണക്കുകൾ 20 മില്യൺ എന്ന കണക്കുകളുണ്ട്. അതിൽ നിന്നെല്ലാം ബംഗാളിനെ വലിയൊരു അളവ് വരെ രക്ഷിച്ചതും ആ മരണം ഏറ്റവും കുറച്ചു കൊണ്ടുവന്നതും അവിടെ ഏറ്റവും മഹാത്ഭുതം നടത്തിയ മഹാത്മാഗാന്ധിയെ ശ്രീ റോണി സാറിന്റെ പാർട്ടി മറന്നുപോയതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം തർക്കങ്ങൾ നമ്മൾ പോകേണ്ടി വരുന്നത്. ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധി കാണിച്ചെടുത്ത് ഈ മഹാത്ഭുതം പോസിറ്റീവ്ലി ഹൈലൈറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരു തർക്കത്തിന്റെ കോണ്ടെക്സ്റ്റ് ഉണ്ടാവില്ല. കാര്യം അതിൽ പാർട്ടീഷന്റെ വേദനയും വിതുമ്പലും ഉണ്ട്, സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷമുണ്ട്. അതിനുശേഷം വിദേശ രാജ്യങ്ങൾ പോലും അത്ഭുതത്തോടു കൂടി കണ്ട, കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ അന്ന് പാകിസ്ഥാന്റെ ഒരു പേപ്പർ എഴുതുന്നുണ്ട്, ഗാന്ധി വാസ് റെഡി ടു ഡൈ സോ ദാറ്റ് വി ക്യാൻ ലിവ്. നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടി ഗാന്ധി മരിക്കാൻ തയ്യാറായി. ആ രീതിയിൽ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെയും ഒരുമിപ്പിക്കുന്ന എത്രയോ പോസിറ്റീവ് ഇൻസ്റ്റൻസസ് ഉണ്ട്. നമ്മൾ ആരെങ്കിലും, ശ്രീ മഞ്ജുഷോ ഞാനോ ശ്രീ റോണിയോ ശ്രീ പണിക്കരോ പഠിച്ച പുസ്തകങ്ങളിൽ മിറക്കിൾ ഓഫ് കൽക്കട്ട പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമാധാന ശ്രമങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? അവൻ പാർട്ടീഷനെ കുറിച്ച് പറയുമ്പോൾ പാർട്ടീഷനിൽ നഷ്ടപ്പെട്ട ആൾക്കാരുടെ ജീവൻ, അതിന് സമാധാനം കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങൾ, അതിൽ വിജയിച്ച ശ്രമങ്ങൾ, ഇത്തരം കാര്യങ്ങൾ കൂടെ വേണം. 1947 ഓഗസ്റ്റ് 15 എല്ലാവരും ഡൽഹിയിലാണ്. അതായത് കേരളത്തിൽ മന്ത്രിസഭ മാറിയാൽ തിരുവനന്തപുരത്ത് കൂടുന്നത് പോലെ അന്നത്തെ കോൺഗ്രസ്സുകാരും നാട്ടിലെ എല്ലാവരും ഡൽഹിയിലാണ്.
പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ബംഗാളിൽ സമാധാനത്തിന്റെ പാതയിൽ ഈ ആഘോഷങ്ങളിൽ നിന്ന് മാറി നിന്ന ഗാന്ധി അടക്കമുള്ള ആൾക്കാരെ കുറിച്ച് പ്രോപ്പർലി ഒരു എഡ്യൂക്കേഷൻ വരുന്നില്ല. അവിടെയാണ് ചരിത്രത്തെ ഏകപക്ഷീയമായി കാണുന്നതിൽ അർത്ഥമില്ല. പാർട്ടീഷൻ അടക്കമുള്ള സംഭവങ്ങളിൽ നടന്ന കാര്യങ്ങൾ. ഇനി ഒരു കാര്യം കൂടെ, ജിന്നയെ കുറിച്ച് നേരത്തെ പറഞ്ഞുകൊണ്ടാണ്, ജിന്നയായിരുന്നു ശരിക്കും സെക്കുലർ, അതായത് ചാമ്പ്യൻ ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്നും സെക്കുലർ എന്നും ഒക്കെ ജിന്നയ്ക്കായിരുന്നു വിശേഷണം. സരോജിനി നായിഡു ആണ് ആ വിശേഷണം കൊടുക്കുന്നത്, ചാമ്പ്യൻ ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി. സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എഴുതിയ മുഹമ്മദ് ഇക്ബാൽ അടക്കം പിന്നീട് പാകിസ്ഥാൻ വാദികളായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്കും ഇന്ത്യക്കാർക്കും അതിൽ ചില തെറ്റുകൾ സംഭവിച്ചു എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിങ്ങളിലെ കൺസർവേറ്റീവ്സിനോട് ഗാന്ധിജി ഇടപെടുന്നതിനെ എതിർത്തിരുന്ന സെക്കുലറായ ആളായിരുന്നു ജിന്ന. പക്ഷേ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന വിഭജനം, വിദ്വേഷം, പരസ്പരമുള്ള വിരോധം, പ്രത്യേകിച്ച് ഹിന്ദു മുസ്ലിം വിരോധം ക്രമാതീതമായി വളരുമ്പോഴാണ് യഥാർത്ഥത്തിൽ പാർട്ടീഷൻ ഉണ്ടാകുന്നത്. ഇതിന്റെ എല്ലാം തെറ്റുകളും കുറ്റങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ദിനമാണെങ്കിൽ വളരെ നല്ലതാണ്. അനുകൂലിക്കുകയാണോ എതിർക്കുകയാണോ? ഇങ്ങനെ വിഭജനം ഓർക്കണമെന്നാണോ ഓർക്കേണ്ട എന്നാണോ? അല്ല, വിഭജനത്തോടനുബന്ധിച്ച സംഭവങ്ങളും അതിലേക്ക് എത്തിയ നാൾ വഴികളും അതോടൊപ്പം അതിനെതിരെ പോരാടിയവരും, നേരത്തെ ശ്രീ പണിക്കർ സൂചിപ്പിക്കുകയുണ്ടായി നെഹ്റുജി കൈവക്കുന്നത്. അവസാന നിമിഷം വരെ ഇതിനെ കഴിയുന്നത്ര എതിർത്ത വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അവസാന നിമിഷം വരെ ഇതിനെ കഴിയുന്ന എടുത്ത വ്യക്തിയാണ് മൗലാന അബുൽ കലാം ആസാദ് അടക്കം. അങ്ങനെ ഗാന്ധിജിയുടെ സൊല്യൂഷൻ തന്നെ അന്ന് മുഹമ്മദ് അലി ജിന്നയെ പ്രധാനമന്ത്രിയാക്കാമായിരുന്നു. അതായത് മുഹമ്മദ് അലി ജിന്നയെ പ്രധാനമന്ത്രിയാക്കി നമുക്കൊരു സമവായം സൃഷ്ടിക്കാം. അത് മാത്രമാണ് ഒരുപക്ഷെ നെഹ്റുജിയും പട്ടേൽജിയും മഹാത്മാഗാന്ധി പറയുന്നത് അനുകൂലിക്കാതിരിക്കുന്നു. അപ്പം ചരിത്രത്തിന്റെ സങ്കീർണതകളെ പഠിപ്പിക്കുന്നെങ്കിൽ നല്ലതാണ്, പക്ഷെ സർവ്വതല സ്പർശിയായി പഠിപ്പിക്കണം. അത് ആരെങ്കിലും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി, അത് ഇടതിനെ ആണെങ്കിലും വലുതിനെ ആണെങ്കിലും ഹിന്ദുവിനെ ആണെങ്കിലും മുസ്ലിമിനെ ആണെങ്കിലും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കരുത്. നമ്മൾ ഇന്നും സാരേ ജഹാൻ സെ അച്ഛാ സന്തോഷത്തോടെ പാടുന്നില്ലേ? അത് എഴുതിയ മുഹമ്മദ് ഇക്ബാൽ പിന്നീട് പാകിസ്ഥാൻ വാദിയായി. അദ്ദേഹം പക്ഷേ ഇവിടെ കേരളത്തിൽ ഇത് വേണ്ട എന്ന് കോൺഗ്രസും ഇടതുപക്ഷവും തീരുമാനിക്കാൻ കാരണം ഗവർണർ ഇങ്ങനെ നിർദ്ദേശം നൽകിയപ്പോൾ അതിൽ സംഘപരിവാർ അജണ്ട ഉണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് ഇങ്ങനെ. അതാണല്ലോ പറയുന്നത്, കോൺഗ്രസ് ഇടതുപക്ഷവും അത് തന്നെയാണ് പറയുന്നത്. അത് വെളിയിൽ പറയുന്നത്. എനിക്ക് ശ്രീ റോണി സാർ കാണിച്ച അറ്റ്ലീസ്റ്റ് ഇന്റലക്ച്വൽ ഓണസ്റ്റിയിൽ സന്തോഷമുണ്ട്. ഞാൻ മുമ്പ് ഒരു ചാനൽ ചർച്ച ചെയ്തിരുന്നു. അത് അവരിവിടെ ഇതൊന്നും പറയുന്നില്ല, വേറെ ഒരുപാട് സവർക്കറെയൊക്കെ കുറ്റം പറയുന്നത് മാത്രമേ ഉള്ളൂ. അതായത് ഇന്ത്യയിലെ വലതുപക്ഷം എന്ന് പറയുന്ന ഹിന്ദു വലതുപക്ഷത്തിന് ഹിന്ദുക്കളാണ് കൂടുതൽ മരിച്ചെന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. മുസ്ലിങ്ങൾ ഒരുപാട് മരിച്ചു, പക്ഷെ ഹിന്ദുക്കളാണ് കൂടുതൽ അനുഭവിച്ചത്. അപ്പൊ ആ ഹിന്ദുക്കൾ നേരിട്ട വിഷയം ഹൈലൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെ ഒരുപക്ഷെ സമാനമായ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ കൂട്ടിക്കലർത്തണം എന്നുള്ള ചിന്തയുണ്ട്. അങ്ങനെയാണ് BJP-യിലെ ജയസൂര്യൻ സാർക്ക് തൊട്ടും വരുന്ന ചർച്ച ചെയ്തത്. അങ്ങനെ തന്നെയാണ് BJP-ക്കാർ പൊതുവെ ചെയ്യുന്നത്. മുസ്ലിം സമൂഹത്തിന് നേരെ അങ്ങനെ ഒരു ടാർഗറ്റോ അല്ലെങ്കിൽ അങ്ങനെ വരെ കരിവാരി തേക്കണമെന്നോ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് കോൺഗ്രസും ലെഫ്റ്റ് ഓഫ് ദി സെന്റർ നിൽക്കുന്ന കോൺഗ്രസും CPM എല്ലാം അതിനെ എതിർക്കുന്നത്. ഇതാണ് അതിന്റെ പച്ച പരമാർത്ഥം. ഇതിനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് പറയുന്നേ ഉള്ളൂ. അതായത് ഹിന്ദുക്കൾ അനുഭവിച്ച ദുഃഖങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ള, ഹിന്ദുക്കളും എല്ലാവരും അനുഭവിച്ച ദുഃഖങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക എന്ന ഉദ്ദേശം BJP-ക്കും, നേരെ തിരിച്ച് മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്യാനും ഇസ്ലാമോഫോബിയ വളർത്താനും ഉള്ളൊരു മാർഗമായി ഇത് മാറരുത് എന്നുള്ള കരുതൽ മറുവശത്തും ഉണ്ട്. ഇത് ഏത് പക്ഷത്ത് വേണമെങ്കിൽ നമുക്ക് നിൽക്കാം, പക്ഷെ പഠിപ്പിക്കുകയാണെങ്കിൽ സമഗ്രമായി സർവ്വതല സ്പർശിയായി പഠിപ്പിക്കണം. ഇതിന് ശേഷം സെപ്റ്റംബർ 1 വരെയാണ് ഗാന്ധിജി അവിടെ ഉണ്ടായിരുന്നത്, ബംഗാളിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഡൽഹിയിലോട്ട് വരുന്നുണ്ട്. ഡൽഹിയിൽ ഇതേപോലെ പാകിസ്ഥാനിൽ നിന്ന് ഒരുപാട് ഹിന്ദുക്കൾ ഓടി വരുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനിലെ ഓടി വന്ന ഹിന്ദുക്കൾ പാകിസ്ഥാനിലെ മുസ്ലിങ്ങളോടുള്ള ദേഷ്യം തീർത്ത് ഡൽഹിയിലെ മുസ്ലിങ്ങളോടാണ്, നമ്മുടെ ഇന്ത്യൻ മുസ്ലിങ്ങളോടാണ്. അങ്ങനെ ഒരുപാട് മുസ്ലിം പള്ളികളടക്കം കയ്യേറുന്നുണ്ട്. ഗാന്ധിജി അവരെല്ലാം ആ പള്ളിയിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അടുത്ത സത്യാഗ്രഹം ഇരിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം കൊല്ലപ്പെടുകയും മറ്റും ചെയ്യുന്നത്. അപ്പൊ സങ്കീർണമായ ചരിത്രമാണ്. വർഗീയതയും വിദ്വേഷവും ഉണ്ടാക്കാത്ത രീതി പഠിപ്പിച്ചാൽ നല്ലതാണ്. എങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് കൂടെ അനുസരിച്ചിരിക്കും. എങ്ങനെ നമ്മളിത് ടെക്സ്റ്റ് ബുക്കുകളിലോ ആചരിക്കുമ്പോഴോ അത് ഇസ്ലാമോഫോബിയ ആകരുതെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. എന്നാൽ ചരിത്രം ഇസ്ലാമോഫോബിയ ആകും എന്നുള്ള ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ ഇത് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത്. അത് സംശയമില്ലല്ലോ, അത് പൊതിഞ്ഞു പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും. അല്ല, അവിടെ തന്നെയാണ് എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം. അതായത് പാർട്ടീഷൻ ഹൊറേഴ്സ് നമ്മൾ ഓർക്കുക എന്ന് പറയുമ്പോൾ അതിൽ എന്തിനാണ് നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലുള്ള ഭിന്നിപ്പിക്കുന്നതിനും ധ്രുവീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വർഗീയതയാണ് അതിന് പിന്നിൽ എന്ന് പറയേണ്ടുന്നത് എന്തിനാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതായത് നമ്മുടെ പ്രശ്നം ആരുമായിട്ടാണ്? നമ്മുടെ പ്രശ്നം പാകിസ്ഥാനുമായിട്ടാണ്. ആ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ മുസ്ലിം ലീഗാണ്. അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം നേതാക്കന്മാരെന്ന് പറയുന്നത് പാകിസ്ഥാനിലെ നേതാക്കന്മാരാണ്. മറിച്ച് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നിരിക്കുന്ന, നേരത്തെ ശ്രീ രാഹുൽ പറഞ്ഞതുപോലെയുള്ള അബുൽ കലാം ആസാദിനെ പോലെയുള്ള എത്രയോ ശ്രദ്ധേയരായിട്ടുള്ള മുസ്ലിം നേതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് നമ്മുടെ രാജ്യം ഇന്ന് അതിനെ പറ്റി ഓർക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷം നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ അപ്പുറത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോടാവുന്നത് എങ്ങനെയാണ്? നമ്മുടെ അയൽവാസിയായിട്ടുള്ള, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഹിന്ദുക്കളോടായിട്ട് മാറുന്നത് എങ്ങനെയാണ്? ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ വരുന്ന സമയത്ത് ശ്രീ രാഹുൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അതിലുണ്ട്. ആ ഡിക്ലറേഷൻ ഒന്ന് എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാകും. പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ വന്നിരുന്നു. അതായത് നമ്മളിവിടെ ഓർക്കുന്നത് ആരെയാണ്?
അകാരണമായി മരണപ്പെട്ട മനുഷ്യരെയാണെന്നേ. നമ്മൾ ഈ പറയുന്ന 20 ലക്ഷം മനുഷ്യരെന്ന് പറയുന്നത് മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടോ ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടോ പോയിരുന്ന മനുഷ്യരല്ല, അകാരണമായിട്ട് മരണപ്പെട്ട മനുഷ്യരാണ്. അവരുടെ മരണത്തിനൊരു കോസ് ഉണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം, അവരുടെ ഉറ്റ ബന്ധുക്കൾ, അവരുടെ കുടുംബം, അതിനെ കരുപ്പിടിപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കാം എന്ന് കരുതി ഇങ്ങനെ ട്രാൻസ്മൈഗ്രേഷന് വിധേയമായിട്ടുള്ള ആൾക്കാരാണ്. ആ ആൾക്കാരെ ഓർക്കുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് 10-80 വർഷത്തോളം ആയതിനു ശേഷം ഇന്ന് നമ്മൾ വന്നിരുന്നിട്ട് പറയുകയാണ്, അയ്യോ അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ അത് ഹിന്ദു മുസ്ലിം ഭീകരത ഉണ്ടാകും, ഡിവൈഡ് ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതസ്പർദ്ധ എന്ന വാക്കാണല്ലോ ഉപയോഗിക്കുന്നത് ശ്രീ റോണി കെ ബേബി. അതെന്തിനാണ് അത്തരത്തിലുള്ള പ്രചാരണങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നത്? കാരണം ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കർ അദ്ദേഹം പല സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവസാനം അദ്ദേഹം യുഎന്നിന്റെ കാര്യം തന്നെ വന്ന് പറഞ്ഞു ഹോളോകോസ്റ്റ്. നമുക്കറിയാം ഹോളോകോസ്റ്റ് എന്ന വാക്കിനർത്ഥം വംശഹത്യ. വംശഹത്യ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് വൺ സൈഡഡ് ആണ്. അപ്പൊ നമ്മൾ ജർമ്മനിയിൽ വംശഹത്യയെ കുറിച്ച് നമുക്ക് അനുസ്മരിക്കാം. കാരണം അവിടെ ഭരണകൂടത്തിന്റെ തണലിൽ അഡോൾഫ് ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ ജൂതവിരോധം അടിച്ചിറക്കി അവിടെ ഒരു തിയറി കൊണ്ടുവന്ന് അവിടെ കോടിക്കണക്കിന് ആളുകളെ, ലക്ഷക്കണക്കിന് യഹൂദരെ ഏകപക്ഷീയമായിട്ട് കൊന്നൊടുക്കി. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ ഒരു ഹോളോകോസ്റ്റായി ഈ ഇന്ത്യയിൽ ഉണ്ടായ വിഭജനം, 1947 വിഭജനവും അതിന് ചുറ്റുപാടും ഉണ്ടായ സാഹചര്യങ്ങളും, അല്ലെങ്കിൽ ഈ പറയുന്ന 2 മില്യൺ ആളുകൾ കൊല്ലപ്പെട്ടതും, അതിനെയൊക്കെ നമ്മളും ഒരു ഹോളോകോസ്റ്റ് എന്ന രീതിയിലേക്ക് പ്രസന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അപകടം എന്ന് പറയുന്നത് അത് ഏകപക്ഷീയമായി പോകും. അതിനെയാണ് ഞങ്ങൾ ഇവിടെ എതിർക്കുന്നത്. കാരണം BJP ആഗ്രഹിക്കുന്നത് RSS, കാരണം അവർ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ഈ കാലാകാലങ്ങളായി RSSും BJPയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ ഏക ഉത്തരവാദി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് എന്നതാണ് അവരുടെ തിയറി. അവരുടെ സിദ്ധാന്തം ഇതാണ്, അവരുടെ അടിസ്ഥാന വിശ്വാസം അതാണ്. അവർ അതിൻ്റെ അകത്ത് മാറാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ഇന്ത്യ വിഭജനത്തിന് ഈ പറയുന്ന മുസ്ലിം സമുദായത്തിനോടൊപ്പം തന്നെ ഹിന്ദു മതത്തിലെ തീവ്ര നിലപാടുകാർ, ഹിന്ദു മഹാസഭ ഉൾപ്പെടെ, അല്ലെ തീവ്ര ഹിന്ദുത്വ ചിന്ത പുലർത്തിയവരുൾപ്പെടെ ഇവരും അതിൻ്റെ അകത്ത് ഉത്തരവാദികളാണ് എന്ന് ഇവർ സമ്മതിക്കാൻ തയ്യാറാണോ? അതാണ് ഇവിടെ വരുന്ന കാതലായിട്ടുള്ള പ്രശ്നം. ഇതിനെ നമ്മൾ വൈറ്റ് വാഷ് ചെയ്ത് കാണരുത്. ഇവിടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു ഈ കൊല്ലപ്പെട്ട ആളുകൾ അവർ കൊല്ലപ്പെടുവാനായിട്ട് ഒരു കോസ് ഇല്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ വളരെ കൃത്യമായിട്ട് കോസ് ഉണ്ടായിരുന്നു. കാരണം മതമായിരുന്നു, മതത്തിന്റെ പേരിലുണ്ടായിരുന്ന വംശഹത്യ തന്നെയാണ്. കാരണം എന്ത് അബദ്ധമാണ് താങ്കൾ പറഞ്ഞ, ജനാധിപത്യ വിരുദ്ധമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്. ആ മരിച്ചിരുന്ന ആൾക്കാരെ മരണപ്പെടാനുള്ള കോസ് എന്ന് പറയുന്നത് മതമാണെന്നാണ് താങ്കൾ പറയുന്നത്. കാരണം മതം നോക്കിയാണ് ആക്രമിച്ചത്. കാരണം ഈ ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന അഭയാർത്ഥികൾ അങ്ങനെയാണെങ്കിൽ ഈ ആളുകൾ മുഴുവൻ കൂട്ടിക്കൊല ചെയ്ത് എന്താ? അങ്ങനെയാണെങ്കിൽ മരിച്ച 20 ലക്ഷം പേരെ കൊന്ന എത്ര പേരുണ്ടാവും? മരിച്ച 20 ലക്ഷം പേരെ കൊന്ന എത്ര പേരുണ്ട്? അവരെവിടെ പോയി? അതിനകത്ത് ഇപ്പൊ നമുക്ക് 80 വർഷം മുമ്പ് നടന്ന അവരെവിടെ പോയി? ആളുകൾ 20 ലക്ഷം മരിച്ചതിന്റെ കാരണം അറിയാം, കൊന്നവരെ അറിയില്ല. അതിനകത്ത് അതാണ് നോക്കൂ, അത് പറയുന്നത് അതിനകത്ത് ഒരേ സമയം തന്നെ അങ്ങയുടെ വാദികളുണ്ട്, ഹിന്ദു മൗലികവാദികൾ. കോൺഗ്രസിന്റെ റോണി കെ ബേബി പറയുന്നത് ഇപ്പോൾ വംശഹത്യ എന്ന് പറയുന്നത് ഏകപക്ഷീയമാണ്, വൺ സൈഡഡ് ആണ് എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അല്ല, അങ്ങനെയാണ്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത്, എന്തിനാണ് സാർ, അല്ല സാർ, എന്തിനാണ് സാർ, അല്ല ഇതോടെ ചേർത്ത് പറഞ്ഞോളൂ, ഇതോടെ ചേർത്ത് മറുപടി പറയുമ്പോൾ അങ്ങ് പറഞ്ഞാൽ മതി. എനിക്ക് ക്ലാരിറ്റിക്ക് വേണ്ടിട്ട് ചോദിക്കുകയാണ് ഞാൻ. ഒരു സെക്കൻഡ് സാർ, ഒരു സെക്കൻഡ് ഞാൻ ചോദിക്കുന്നതിനും കൂടെ ചേർത്തിട്ട് മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞിരിക്കുന്നതിന് താങ്കൾ ഹോളോകോസ്റ്റ് മാത്രമേ പിടിച്ചുള്ളല്ലോ. താങ്കളുടെ റഡാർ പിടിക്കാതെ പോയ മറ്റു 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന്, ജനസൈഡ് റിമെമ്പറൻസ് ഡേ. ആരുടെ? ബംഗ്ലാദേശിൽ. എന്തിന്റെ പേരിലായിരുന്നു? വംശഹത്യയാണ്. താങ്കൾക്ക് വേണമെങ്കിൽ അതിനെ കൂടി എടുത്തിട്ട് ഹോളോകോസ്റ്റിൽ പറയാം. പക്ഷേ ഹോളോഡോമർ മെമ്മോറിയൽ ഡേ എന്ന് പറഞ്ഞാൽ യുക്രൈനിൽ പറഞ്ഞിരിക്കുന്നത് ഫാമിനാണ് സാർ. ഫാമിനാണ്, പട്ടിണി, മനുഷ്യനിർമ്മിതമായിട്ടുള്ള പട്ടിണി. ആ പട്ടിണിയുടെ പേരിൽ ആൾക്കാർ മരിച്ചു എന്നാണ്. അതേപോലെ തന്നെ ജാലിയൻ വാലാബാഗ് മെമ്മോറിയൽ ഉണ്ടല്ലോ, കോൺഗ്രസിന്റെ കാലത്താണല്ലോ പണിതത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ മരിച്ചിരിക്കുന്ന ആരാ? ഒരു കമ്മ്യൂണിറ്റിയാ? സിഖുകാർ മാത്രമാണ് അന്ന് മരിച്ചിരിക്കുന്നത്. ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടല്ലോ. ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് ഏതൊക്കെ മതവിഭാഗങ്ങളിലുള്ള ആൾക്കാർ, മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ, സിഖുകാർ എല്ലാവരും മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ വംശഹത്യ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് മെമ്മോറിയൽ വെക്കുന്നത് പറയാം. കോൺഗ്രസ്സുകാരനായിട്ടുള്ള ശ്രീ റോണി കെ ബേബി ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന വാദം ഇതിന്റെ മെമ്മോറിയലിൽ തന്നെ പൊളിഞ്ഞില്ലേ, ജാലിയൻ വാലാബാഗിൽ. അത് വംശഹത്യ അല്ലല്ലോ. പിന്നെന്തിനാ നമ്മൾ മെമ്മോറിയൽ കിട്ടി അതിനെ നമ്മൾ ആചരിക്കുന്നത്? എന്തിനാ ആ ദിവസം നമ്മൾ അനുസ്മരിക്കുന്നത്? എന്തിനാ? വംശഹത്യ ആയിട്ടാണോ? അത് വംശഹത്യൊന്നുമല്ല, അത് വംശഹത്യയല്ല. അവിടെ ഉണ്ടായിരുന്നത് പാവപ്പെട്ട ഇന്ത്യക്കാർ അവിടെ ഒത്തുകൂടിയിരുന്ന സമയത്ത് അവർക്കെതിരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മരിക്കാൻ ഒരു കാരണമില്ലാതിരുന്ന ആൾക്കാർക്ക് നേരെ നിറയൊഴിക്കുകയാണ്. അതേപോലെ തന്നെയാണ് സാർ ഈ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള 2 കോടി ആൾക്കാർ. ആ 2 കോടി ആൾക്കാരോട് നിങ്ങൾ വ്യക്തിപരമായി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഈ പാർട്ടീഷനെ അനുകൂലിക്കുന്ന ആൾക്കാർ പോലും ആയിരിക്കത്തില്ല. നമുക്ക് ഒന്നിച്ച് കഴിയാം എന്ന് കരുതുന്ന എത്രയോ നല്ല ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാർ ഉണ്ടായിരിക്കും.
അല്ലാതെ റാഡിക്കലായി ചിന്തിക്കുന്ന ആൾക്കാരും ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. എന്ന് പറഞ്ഞിട്ട് അവർക്ക് മരിക്കാൻ ഒരു കാരണമില്ല എന്ന് ഞാൻ പറയുമ്പോൾ കാരണം ഉണ്ടായിരുന്നുവെന്നും ആ കാരണം എന്ന് പറയുന്നത് മതദ്രോഹമാണെന്നും വിദ്വേഷമാണെന്നൊക്കെ പറഞ്ഞത് ആ മരിച്ച ആൾക്കാരുടെ ഓർമ്മയെ പോലും കളങ്കപ്പെടുത്തുന്നുണ്ടെന്നേ. അത് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയാണ്. അങ്ങനെ ഇതാണ് പ്രശ്നം. നമ്മൾ അവരെ ഓർത്ത് അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ തൊഴുകൈകളോടെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസം കൊണ്ടുവരുമ്പോൾ താങ്കൾ ഇവിടെ വന്നിരുന്ന ഒരു ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി എന്ന് പറഞ്ഞ് അവരെ അപമാനിക്കുകയാണ്. എന്നിട്ട് പറയണ വംശഹത്യയാണെങ്കിൽ മാത്രം നമുക്ക് ഓർക്കാമെന്ന്. അതെന്താ, വേറെ ഒന്നും നിങ്ങൾ ഓർക്കുന്നില്ലേ? വംശഹത്യ അല്ലാത്ത വേറെ ഒരു ദിവസവും നമ്മുടെ നാട്ടിൽ ആരും ഓർക്കാറില്ലേ? വേറെ ഒരു ദിവസവും നമ്മൾ ഓർക്കാറില്ലേ? കോൺഗ്രസ് ഓർക്കാറില്ലേ? നമ്മുടെ നാട്ടിൽ എത്രയോ മാർട്ടയേഴ്സ് ഡേ ഉണ്ടല്ലോ. മാർട്ടയേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്തിനാ? വംശഹത്യയാണോ? ഇന്ദിരാഗാന്ധിയുടെ വംശഹത്യയായിരുന്നു ഇന്ദിരാഗാന്ധിയെ കൊന്നിരിക്കുന്നത്, നമ്മൾ അനുസ്മരിക്കുന്നില്ലേ? മഹാത്മാഗാന്ധിയെ കൊന്നിരിക്കുന്ന വംശഹത്യയായിരുന്നോ? നമ്മൾ അനുസ്മരിക്കുന്നില്ലേ? നല്ല ഓർക്കാൻ നമുക്ക് താല്പര്യമുള്ള ഒരു ഇൻസിഡന്റ് ആണോ അത്? അല്ലല്ലോ. ഇവരെല്ലാവരും കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ട്രാജിക് ഇൻസിഡന്റ് ആണ്. പക്ഷെ ആ ട്രാജിക് ഇൻസിഡന്റ് നമ്മൾ അനുസ്മരിക്കുന്നത് എന്തിനാന്നേ? ഇനി ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോസിന് വേണ്ടിയിട്ട് അവർ മരിച്ചിരിക്കുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ ഒരു കോസും ഇല്ലാതെ പാവപ്പെട്ട ആൾക്കാർ ഇതിന് ഇരയാക്കപ്പെട്ടിരിക്കുന്നു. ഈ ഇരയാക്കപ്പെട്ടിരിക്കുന്ന മുഖമില്ലാത്ത പേരില്ലാത്ത ആൾക്കാരോട് നമുക്കൊരു മിനിമം കമ്മിറ്റ്മെന്റ് ഒരു രാജ്യത്തിന് വേണ്ടെന്നേ. ശരി, ശ്രീ റോണി കെ ബേബി, കോളേജുകളിൽ പോലും ഇത് വേണ്ട, സർവകലാശാലകളിൽ വേണ്ട എന്ന് പറയുമ്പോൾ അന്ന് നടന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു സംവാദം പോലും നടത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. അത് യുവതലമുറ അറിയേണ്ട എന്നുള്ള വ്യക്തമായ ഒരു തടസ്സമാണല്ലോ അവിടെ വരുന്നത്, ഒരു ബഹിഷ്കരണമാണല്ലോ അവിടെ വരുന്നത്. അതായത് നിങ്ങളുടെ കാര്യം തന്നെ നിങ്ങൾ റദ്ദ് ചെയ്യുകയാണ്. നിങ്ങളായിരുന്നു മുൻപന്തിയിൽ നിന്ന് ഇത് ഓർത്തെടുക്കേണ്ടതും അവരെ അനുസ്മരിക്കേണ്ടതും. ശ്രീ റോണി കെ ബേബി, അത് നിങ്ങൾ തന്നെ റദ്ദ് ചെയ്യുകയാണ്. ഈ ജാലിയൻ വാലാബാഗ് അനുസ്മരണം നടത്തുന്നതിലും ആദരവ് അർപ്പിക്കുന്നതിലും അതിലെ രക്തസാക്ഷികളെ നമ്മൾ അനുസ്മരിക്കുന്നതിലും ഞാനൊരു കുറ്റവും പറഞ്ഞിട്ടില്ല. കാരണം അത് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടന്ന ഒരു പോരാട്ടമാണ്. അതൊരു പൊളിറ്റിക്കൽ കോസാണ്. വളരെ കൃത്യമായി തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് നടന്നതല്ല അത്. തെറ്റ്, ഫണ്ടമെന്റലി തെറ്റ്. വൈശാഖി എന്ന് പറയുന്ന ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് അവിടെ കൂടിയ ആൾക്കാരാണ്. അവർ ബ്രിട്ടനെതിരെ പ്രതിഷേധിക്കാനൊന്നും വന്നവരൊന്നുമല്ല. ചരിത്രപരമായ അബദ്ധം പറയരുത് സാർ. അങ്ങനെ ഏകപക്ഷം എല്ലാം നിങ്ങളുടെ ഒരു ചരിത്ര ആഖ്യാനത്തിൽ പറയാതെ ഇത് വെൽ ഡോക്യുമെന്റഡ് ഹിസ്റ്ററിയാണ്. ഇറ്റ് ഈസ് എ വെൽ ഡോക്യുമെന്റഡ് ഹിസ്റ്ററി. ഇറ്റ് ഈസ് എ പീസ് ഓഫ് വെൽ ഡോക്യുമെന്റഡ് ഹിസ്റ്ററി. അവിടെ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം സമാധാനപരമായി വന്നിരിക്കുന്ന ആൾക്കാരാണെന്നേ. വൈശാഖി ആഘോഷത്തിന് അവിടെ സമാധാനപരമായി വൈശാഖി ദിവസം ആഘോഷിക്കാൻ എത്തിയിരിക്കുന്ന ആൾക്കാരാണ്. സാഹോദര്യത്തോടു കൂടി. വൈശാഖി ഒരു മതവിഭാഗം മാത്രമല്ലെന്നേ. അതുകൊണ്ട് അവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അവിടെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നത്, സിഖുകാരുണ്ടായിരുന്നത്. അതൊന്നും അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല. വെറുതെ അങ്ങനെ പറയരുത്. അതിന് താങ്കൾ കോസ് കൊണ്ടുവരിക. പറയട്ടെ, ഞാൻ പറയാം. റൗലറ്റ് ആക്ടിന് ശേഷം അവിടെ പട്ടാള നിയമം പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു പഞ്ചാബില്, അമൃത്സർ ഉൾപ്പെടെ. അപ്പോൾ അവിടെ വന്ന് സംഘടിച്ച ആളുകൾ, അതിനകത്ത് എല്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആരാണ് കൊന്നൊടുക്കിയത്? ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ പറഞ്ഞ ജാലിയൻ വാലാബാഗ് ഇൻസിഡന്റ്. അതുകൊണ്ടാണ് ജനറൽ ഡയറിനെതിരെ വെറുതെ ഏകപക്ഷം എന്തുകൊണ്ടാണ് ജനറൽ ഡയറിനെതിരെ പിന്നെ ഇവിടുന്ന് പോയി ഉദ്ധം സിംഗ് പോയി വെടിവെച്ചു കൊന്നത്? അതിനൊക്കെ വളരെ എന്താ ബ്രിട്ടീഷുകാര് അത് പിന്നെ കൂട്ടക്കൊല. അതുകൊണ്ടാണ് ഇതിന്റെ താങ്കൾ പറയുന്ന ടൈം ലൈൻ തെറ്റാണ്. താങ്കൾ പറയുന്ന ടൈം ലൈൻ തെറ്റാണ്. ഈ ഓഗസ്റ്റ് 14 ഉണ്ടായതിനെ റൈറ്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. റൈറ്റ് അല്ലാതെ നമ്മൾ അതിനെ ഈ പറയുന്ന വംശഹത്യ എന്ന വാക്കല്ല. വംശഹത്യ എനിക്ക് റൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ 2 പക്ഷമുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഇതിനകത്ത് 2 പക്ഷമുണ്ട് എന്ന് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അവിടെയാണ് ഇതിനകത്ത് കാതലായ പ്രശ്നം വന്നത്. നിങ്ങൾ ഇതിനകത്ത് കാലാകാലങ്ങളായി ഇവിടെ സംഘപരിവാറും RSSഉം കൊണ്ടുവരുന്ന ചരിത്ര ആഖ്യാനം എന്ന് പറയുന്നത് ഇത് വൺ സൈഡഡ് ആണ്. ഇന്ത്യ മുറിക്കുവാൻ കാരണം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്, ചിന്തയാണ്. അല്ലെങ്കിൽ അതായത് കലാപമാണ്, പക്ഷെ അതിനെ വൺ സൈഡഡ് എന്ന് ആക്കി തീർക്കുകയാണ്, വംശഹത്യ എന്നാക്കി തീർക്കുകയാണ് എന്നാണ് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ നഗേഷൻ. അതാണ് ആചരണത്തിന്റെ ലക്ഷ്യം. ഇതിന്റെ അനുസ്മരണം മാത്രമല്ല പറയുന്നത്. ഗവർണർ പറഞ്ഞ സർപ്പണം എന്താ? ഇവിടെ സെമിനാർ വേണം, ചർച്ച വേണം, ഡിബേറ്റ് വേണം, സംവാദം വേണം. ഇതിനൊക്കെ ലക്ഷ്യം അനുസ്മരിക്കാനാണ് നിമിഷം മൗനമായി അനുസ്മരിച്ചില്ല. ശരി, രാഹുൽ എന്താണ് താങ്കൾ യോജിക്കുന്നുണ്ടോ? ശ്രീ മഞ്ജുഷ്, പെട്ടെന്ന് 2 കാര്യങ്ങൾ. ഒന്ന്, അവിടെ വൈശാഖിക്ക് വേണ്ടിയാണ് നമ്മുടെ ജലിയൻ വാലാബാഗ് വന്നത്. ആ അത്തരം അവസരങ്ങൾ നമ്മുടെ ദേശീയവാദികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് കുറച്ചു മുമ്പ് സൈഫുദ്ദീൻ കിച്ചിലോ, സത്യപാൽ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തു, റൗലത്താഖ് അടക്കമുള്ളവർ വന്നിട്ടുണ്ട്. ഇല്ലെന്നല്ല, ചരിത്രത്തിൽ ഒരുപാട് സങ്കീർണതയുണ്ട്. പക്ഷേ ഇവിടെ റോണി ബേബി സാർ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്, നമ്മളൊരു ടെക്നിക്കൽ ആർഗ്യുമെന്റ് ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ല. അതായത് ജനോസൈഡ് ആണെങ്കിൽ നിങ്ങൾ ആയിക്കൂടാ, റയറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം എന്ന് പറയുന്ന അർത്ഥമില്ല. കുറച്ചുകൂടെ ഓണസ്റ്റും സിൻസിയറുമായിട്ട് അങ്ങനെ പറയാം. അവിടെ നേരത്തെ ശ്രീ ശ്രീജിത് പണിക്കർ പറഞ്ഞ ഒരു കാര്യം പ്രസക്തമാണ്. നമ്മുടെ ഹോം മിനിസ്ട്രിയുടെ അടക്കം ട്വീറ്റുകൾ, പ്രധാനമന്ത്രി അടക്കം പറഞ്ഞ കാര്യങ്ങൾ, അതിൽ പ്രധാനമന്ത്രി പറഞ്ഞ പല പോയിന്റുകളിൽ ഒന്ന്
ഹാർമണിയും യൂണിറ്റിയും, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫോസ്റ്ററിംഗ് ആൻഡ് സ്ട്രെങ്തനിങ് ഹാർമണി ആൻഡ് യൂണിറ്റി ഇൻ ദ നേഷൻ, ഇതിനും കൂടി വേണ്ടിയാണ് ആഘോഷിക്കുന്നതാണ്. അവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസും ലെഫ്റ്റ് ഓഫ് സെന്റർ നിൽക്കുന്നവർ ചെയ്യേണ്ടത് മഹാത്മാഗാന്ധിയുടെ സേവനങ്ങൾ, ഹിന്ദു മുസ്ലിം ഐക്യം, സുഹാർവാദി അടക്കമുള്ളവരെ, അതായത് പെട്ടെന്ന്, അതായത് അവിടെ മഹാത്മാഗാന്ധി വന്നപ്പോൾ ഓൾഡ് ഫ്രോഡ് വന്നു എന്നാണ് സുഹാർവാദി ആദ്യം പറയുന്നത്. അവിടുത്തെ ഹിന്ദുക്കൾക്കടക്കം മഹാത്മാഗാന്ധിയുടെ എതിർപ്പുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞു പോയപ്പോൾ ഒരു കൺസെൻസസ് ഉണ്ടാക്കി. നിങ്ങൾക്ക് പോസിറ്റീവ് പോയിന്റ്സ് വെച്ചൂടെ? ഈ നെഗറ്റീവ് പോയിന്റ്സ് പിടിച്ച് ഡിബേറ്റ് ചെയ്യുന്നതിന് പകരം പാർട്ടീഷൻ ഉണ്ടായപ്പോൾ അതിനുശേഷം നമുക്ക് യോജിപ്പ് ഉണ്ടായെന്നും യൂണിറ്റി ഉണ്ടായെന്നും, ഇന്ത്യയിൽ എത്ര മുസ്ലിങ്ങളുണ്ടോ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഇന്ത്യയെ തുടരാൻ തീരുമാനിച്ചു എന്നും, മുഹമ്മദ് അലി ജിന്നയുടെ മകള് പോലും പാകിസ്ഥാനിൽ പോയില്ല, ഇന്ത്യയെ നിൽക്കുകയും പിന്നീട് അവർ അമേരിക്കയിലൊക്കെ പോവുകയാണ് ചെയ്തത്. അപ്പോ പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവിന്റെ മകൾ പാകിസ്ഥാന് പോലും പോയില്ല, ഇന്ത്യയിലാണ് നിന്നതെന്നും എത്രയോ പോസിറ്റീവ് പോയിന്റ്സ് ഉണ്ട്. പാകിസ്ഥാനെ പോലെ ആയില്ല ഇന്ത്യ, അതിന് പിന്നിൽ കോൺഗ്രസിന്റെ കൈയാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ആ തലത്തിലേക്ക് കൊണ്ടുപോകാമായിരുന്നു. കോൺഗ്രസ് കാരണമാണ് പാകിസ്ഥാനെ പോലെ ഇന്ത്യ ആകാതിരുന്നത് എന്നൊക്കെ കൊണ്ടുവരാമായിരുന്നു. പക്ഷെ അതിനൊന്നും കോൺഗ്രസ് തയ്യാറായില്ല. രാഹുൽ, കോൺഗ്രസിലെ ലെഫ്റ്റ് വിങ് എന്ന് പറയുന്ന, കോൺഗ്രസിലെ ഈ സെക്കുലർ ലെഫ്റ്റ് വിങ് നെഹ്റൂവി എന്ന് പറയുന്ന ആൾക്കാർ ഇത്തരം വിഷയങ്ങളെ കൈയടക്കത്തോടെ ഡീൽ ചെയ്യുന്നില്ലെന്നുള്ളതാണ് കോൺഗ്രസിനുണ്ടായ പ്രശ്നം. അതായത് മഹാത്മാഗാന്ധി സെൻട്രൽ റൈറ്റ് നിൽക്കുന്ന ആളാണ് പട്ടേൽ, ശ്യാമപ്രസാദ് മുഖർജി അടക്കം കുറച്ചുകൂടെ റൈറ്റ് നിൽക്കുന്നതാണ്. ശ്യാമപ്രസാദ് മുഖർജിയുടെ ജനസംഘ തുടങ്ങിയ ആളെ കുറിച്ചാണ് മഹാത്മാഗാന്ധി പറയുന്നത്, മദൻ മോഹൻ മാളവിയയ്ക്ക് ശേഷമുള്ള ഏറ്റവും നല്ല ഹിന്ദു മുഖമാണ് ശ്യാമപ്രസാദ് മുഖർജി. നമ്മുടെ നാട്ടിൽ റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങും ഉണ്ടാകും, ഹിന്ദു മുസ്ലിമും ഉണ്ടാകും. ഒരു കമ്പൈനിങ് സെന്റർ വേണം. കോൺഗ്രസ് ആയിരുന്നു വണ്ടി പണി ചെയ്തത്. ഇപ്പൊ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിജി കുറെയെങ്കിലും സെന്റർ റൈറ്റും സെന്ററും എടുക്കാൻ നോക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രസ്താവനകളിൽ പോലും ഒരു മിതത്വം വരുന്നത്. ഇതിനെ അറിഞ്ഞ് പാർട്ടീഷൻ ഹൊറർ മാത്രമല്ല, മിറക്കിൾ ഓഫ് കൽക്കട്ട. ഞാൻ മഞ്ജുഷ വളരെ ആത്മാർത്ഥം ചോദിക്കണം, നമ്മൾ ആരെങ്കിലും പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ടോ 55,000 സൈനികരെക്കാൾ കൂടുതൽ ഒരൊറ്റയാൾ പട്ടാളം റയറ്റ് തീർത്തു എന്ന് പറയുന്ന ലോക ചരിത്രത്തിലെ അത്ഭുതമായ സംഭവം? മൗണ്ട് ബാറ്റനെ കോട്ട് ചെയ്ത് നിങ്ങൾക്ക് പറയുന്നില്ല. എത്രയോ ചരിത്രകാരന്മാർ ഗാന്ധി അവിടെ നടത്തിയത് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്, മിറക്കിൾ എന്ന് പറയുന്നു, അത് പറയുന്നില്ല. ഇതൊക്കെ നരേന്ദ്രമോദി പറഞ്ഞ ലൈനോടൊപ്പം തന്നെ ചേർന്ന് ഫോസ്റ്ററിംഗ് കമ്മ്യൂണൽ ഹാർമണി ആൻഡ് യൂണിറ്റിയാണ്. നമ്മുടെ രാജ്യത്തിന് ഐക്യം വേണം, ഒരുമ വേണം, എത്രയോ കാര്യങ്ങൾ പറയാം. മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ വന്ന പോരാടി ഒരുപാട് പേരെ പറയാം. മൗലാന അബുൽ കലാം ആസാദിനെ പോലുള്ളവരെ ഹൈലൈറ്റ് ചെയ്യാം. അതിർത്തി ഗാന്ധി അന്ന് വിളിച്ചിരുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ ഹൈലൈറ്റ് ചെയ്യാം. ഈ പോസിറ്റീവുകൾ പോകുന്നതിന് പകരം നെഗറ്റീവിന്റെ പുറകെ പോയി നെഗറ്റീവ് കൊണ്ട് നെഗറ്റീവിനെ വെട്ടി അതിൽ RSSകാരെ കുറ്റം പറഞ്ഞ്, വീര സാവർക്കറെ കുറ്റം പറഞ്ഞ്, 100 ആൾക്കാരെ ഇല്ലാത്തവരെ കുറ്റം പറഞ്ഞ് നിങ്ങളല്ലേ ആദ്യം തുടങ്ങിയെന്ന് പറയുന്ന അർത്ഥമില്ല. അതിന് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വിഭജനത്തെ അനുകൂലിച്ച ആളുകൾ തന്നെയല്ലേ, പിന്നെ നിങ്ങൾ ഈ വിഭജന ഭീതി പരത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു ദിനം ആചരിക്കാൻ പറയുന്നത് എന്തിനാണ്? ആ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കുന്നത്. നമ്മൾ കംഫർട്ടബിൾ ആണെന്ന്. അന്നത്തെ സാഹചര്യം ഓർക്കണം. ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുകയാണ്, കോടിക്കണക്കിന് ആൾക്കാർക്ക് വീട് നഷ്ടപ്പെടുകയാണ്. നമ്മൾ ഇന്നും അഭിമാനത്തോടെ പറയുന്ന പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറയത്തേലെ സിന്ധു പാകിസ്ഥാനിലാണ്. നമുക്ക് ഹിന്ദുക്കൾ എന്ന് പേര് കിട്ടുന്നത് ആ സിന്ധു നദിയെന്നാണ്. ചരിത്രത്തിലെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വേദനയാണ് പാർട്ടീഷൻ. അതിനെ ഓർക്കുമ്പോൾ അതിന്റെ പോസിറ്റീവും നെഗറ്റീവും കൂടെ നമുക്ക് ഓർക്കാം. പാകിസ്ഥാൻ അടക്കമുള്ള നമ്മുടെ വിഭജിച്ചു പോയവരുടെ പാകിസ്ഥാൻ എന്ന ഫെയിൽഡ് സ്റ്റേറ്റിനടുത്ത് നിൽക്കുന്ന രാഷ്ട്രത്തെ നമുക്ക് ഓർക്കാം. പാകിസ്ഥാനി എത്ര പ്രധാനമന്ത്രിമാര് അല്ലെങ്കിൽ റൈറ്റ് അടക്കം ഉണ്ടാകുന്നു, അടുത്ത പ്രധാനമന്ത്രി കൊല്ലുന്നു, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഫെയിൽഡ് സ്റ്റേറ്റ്. അപ്പൊ ഇന്ത്യയുടെ പോസിറ്റീവിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം ഒരു ആംഗിൾ മാത്രം എടുത്ത് നെഗറ്റീവ് വെക്കുമ്പോഴാണ്, അതായത് നിങ്ങൾ കുറെ കൂടെ പോസിറ്റീവായി ഡീൽ ചെയ്തില്ലെങ്കിൽ ഈ കൈയടക്കം കിട്ടില്ല. അത് ഈ നെഹ്റൂവിയൻ മതേതരത്വത്തിന്റെ കുഴപ്പമാണ്. ഇപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. RSSും കോൺഗ്രസും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരാളുണ്ട്, ഗാന്ധിജി അല്ലാതെ. അത് ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഭഗത് സിംഗിന്റെ മരണത്തിന് ശേഷം ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഹിന്ദു മുസ്ലിം കലാപത്തിൽ മരിച്ചു പോകുന്ന വ്യക്തിയാണ്. RSSും കോൺഗ്രസും ഒരുമിച്ച് ആഘോഷിക്കുന്ന വ്യക്തിയാണ്. ഈ പോസിറ്റീവ്സിനെ എടുത്ത് പറയുന്നതിന് പകരം പൂജനീയ സർസംഘചാലക് ഡോക്ടർ ഹെഡ്ഗേവാർജി ആദ്യകാലത്ത് കോൺഗ്രസ് ആയിരുന്നു. അന്ന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ അടക്കമുള്ള കാര്യങ്ങളിൽ ചേർന്ന് നിൽക്കുകയും 1 വർഷത്തോളം ജയിലിൽ കിടക്കുകയായിരുന്നു. ഇവരെ എല്ലാം മാറ്റി ഹിന്ദു വലതുപക്ഷ ശക്തികളെ കുറ്റം പറഞ്ഞ് അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഞങ്ങൾ ഒരു സംരക്ഷ കവചവും ഒതുക്കുക എന്ന തെറ്റിദ്ധാരണയാണ് കോൺഗ്രസിനുള്ളത്. പോസിറ്റീവായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് റോണി സാറിന് എനിക്ക് വലിയ ഇഷ്ടമാണ്, നല്ല ചർച്ച ചെയ്യുന്ന വ്യക്തിയാണ്. ഈ വിഷയത്തിൽ അദ്ദേഹം മനസ്സിലാക്കേണ്ട ടെക്നിക്കൽ ആർഗ്യുമെന്റ്സ് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? ഒരു ഇക്കാര്യത്തിൽ ടെക്നിക്കൽ ആർഗ്യുമെന്റ് ഉണ്ടാവുകയുള്ളൂ. കാരണം ആ രീതിയിൽ എന്തായാലും എതിർക്കുവാൻ വേണ്ടി എതിർക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനത്തെ അനുകൂലിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എതിർക്കുന്നു എന്നതേ ഉള്ളൂ. ശ്രീ പണിക്കർ. നിശ്ചയമായും നോക്കൂ, അതുകൊണ്ട് തന്നെയാണ് ഈ ആർഗ്യുമെന്റിന് എതിരായിട്ട് ഇങ്ങനെ ഒരു അനുസ്മരണ ദിവസം ഉണ്ടാകുന്നതിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിനെതിരായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും സാങ്കേതികമായി മാറുന്നതിൻ്റെ കാരണം തന്നെ വൈകാരികമായിട്ട് നമ്മൾ കരുതേണ്ടുന്ന ഒരു വിഷയത്തിനെ സാങ്കേതികമായിട്ട് നേരിടുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആ ഒരു വികാരത്തിൻ്റെ ഒരു അഭാവം അവിടെ കാണിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇതൊരു വൈകാരികമായ പ്രശ്നമാണ്. ഒരു രാജ്യം എങ്ങനെയാണ്
ഒരു രാജ്യമായിട്ട് നിലനിൽക്കുന്നത് എന്നുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഈ റോസാപ്പൂക്കൾ വിരിച്ചിരുന്ന പാതയിൽ കൂടിയല്ല നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ അതിനു വേണ്ടിയിട്ട് കുറേയധികം രക്തം ചിന്തിയിട്ടുണ്ട്. അതിന് നമുക്ക് അഹിംസയുടെയും ഹിംസയുടെയും 2 ധാരകളുണ്ടായിരുന്നു, സായുധ സമരത്തിൻ്റെയും അഹിംസയുടേതും. എന്നിട്ട് അവസാനം നമ്മൾ ഇതിലേക്ക് കൾമിനേഷനിലേക്ക് വരുന്ന സമയത്താണ് ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ ഈ ലെവലിൽ പ്രതീക്ഷിക്കാതെ ഒരു 2 കോടി ആൾക്കാരുടെ ഹ്യൂമൻ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് റെക്കോർഡ് ചെയ്യപ്പെട്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹ്യൂമൻ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ അതാരും ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല, ഈ ഒരു സ്കെയിലിലേക്ക് അത് വരും എന്ന രീതിയിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് പൊളിറ്റിക്കലായിട്ടുള്ള കാരണങ്ങളാണ്, റിലീജിയസ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് അവർ കൊല ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലൊക്കെ തന്നെ ടെക്നിക്കാലിറ്റി കണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നേരത്തെ ചെയ്തിരിക്കുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, നമുക്കൊരു ജനസൈഡ് ആണെങ്കിൽ നമുക്കതിനെപ്പറ്റി ഓർക്കാം എന്നാണ് പറയുന്നത്. അതല്ലാതെ മറ്റു തരത്തിലുള്ള ഒരു ട്രാജഡി ഓർക്കരുത്. അത് എന്ത് തരത്തിലുള്ള റൂൾ ഓഫ് ലോ കൊണ്ടാണ് അത് വരുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ആത്മാർത്ഥമായിട്ടും എനിക്കത് മനസ്സിലാകുന്നില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട, അങ്ങനെയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത്, ഈ സിഖ് വിരുദ്ധ കലാപം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നടന്നിരുന്നു. സിഖുകാരെ കണ്ടുപിടിച്ചിട്ട് അവരെ കൊല്ലുന്ന ഒരു സംഭവം. ആ ആൻറ്റി സിഖ് റൈറ്റ്സിനെ ഓർക്കുന്നതിന് വേണ്ടി ഈ സിഖ് കമ്മ്യൂണിറ്റി 31 ഒക്ടോബർ മുതൽ 3 നവംബർ വരെ എല്ലാ വർഷവും ആൻറ്റി സിഖ് റൈറ്റ്സ് റിമെമ്പറൻസ് ഡേ എന്ന പേരിൽ ആചരിക്കാറുണ്ട്. കോൺഗ്രസ്സുകാർ ചൊല്ലുവോ? കോൺഗ്രസ്സുകാരൊന്ന് ചെല്ലാമോ? ശരി, ആൻറ്റി സിഖ് റൈറ്റ്സ് റിമെമ്പറൻസ് ഡേ ആണല്ലോ, നമ്മൾ ചെന്നിട്ട് നമ്മളും അത് വിജയിപ്പിച്ചു കൊടുക്കാം, ചെല്ലാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ഇത് കോൺഗ്രസിനെതിരായിട്ടായിരുന്നു. ഇത് കോൺഗ്രസിനെതിരായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാങ്കേതികമായിട്ട് പറയാം, അവർ വേണമെങ്കിൽ ആചരിച്ചോട്ടെ, നിങ്ങളത് ഏറ്റെടുക്കുമോ? അപ്പോഴാണ് മറ്റേ നമ്മൾ പറയുന്ന ജഗദീഷ് ടൈലറുടെയും സജ്ജൻ കുമാറിൻ്റെയും ഒക്കെയുള്ള പേരുകളൊക്കെ തന്നെ അവിടെ വരുന്നത്. ഇതാണ് പ്രശ്നം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മളപ്പോൾ ടെക്നിക്കാലിറ്റി വെച്ചിട്ട് അതിനെ നേരിടാനായിട്ട് നമ്മൾ നോക്കും. സത്യത്തിൽ അവിടെ മരിച്ചിരുന്ന ആൾക്കാർ, ഇപ്പോൾ ജാലിയൻ വാലാബാഗിലെ കാരണം താങ്കൾ പറഞ്ഞു, അവിടുത്തെ ഒരു ചെറിയ കാരണം മാത്രമാണ് ഈ റൗലറ്റുമായി ബന്ധപ്പെട്ടത്. പ്രതിഷേധം പോലുമല്ല, അതൊരു പൊളിറ്റിക്കൽ മീറ്റിംഗ് ആണ്. അവരുടെ 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നു. ആ 2 നേതാക്കന്മാരെ നമുക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ റൗലറ്റ് ആക്ട് ശരിയല്ല, അതിനെക്കുറിച്ച് നമുക്ക് എങ്ങനെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പൊളിറ്റിക്കൽ മീറ്റിംഗ് ആണ്. ആ പൊളിറ്റിക്കൽ മീറ്റിംഗ് നടത്തുന്നത് ഈ വലിയ മൈതാനത്താണ്. ആ മൈതാനത്ത് ആൾക്കാർ വരുന്നത് ഇതിനു വേണ്ടിയിട്ടല്ല. നമ്മൾ പണ്ട് ദ ട്രൂത്ത് എന്ന് പറയുന്ന സിനിമയിൽ കാണുന്ന പോലെയാണ്. കൊല്ലാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വേറൊരാളെയാണ്. മന്ത്രിയെ കൊന്നു കഴിഞ്ഞാൽ മന്ത്രിയുടേതിനാണ് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് എന്ന് പറയുന്നത് പോലെ അവിടെ വന്നിരിക്കുന്ന ആൾക്കാർ വൈശാഖി ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് പ്രതിഷേധം, അവർ പ്ലക്കാർഡ് എഴുതിയിട്ടല്ല, അവർ വടിയോ കമ്പോ കൊണ്ടുവന്നിട്ടല്ല, ഒന്നുമല്ല വന്നിരിക്കുന്നത്. അപ്പോൾ അതിനു പോലും താങ്കൾ ഒരു കാരണം കണ്ടെത്തുന്നതിൻ്റെ അർത്ഥം വൈകാരികമായിട്ട് കാണേണ്ടുന്ന ഒരു പ്രശ്നത്തിനെ താങ്കൾ സാങ്കേതികമായിട്ട് കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത്, ഇങ്ങനെ നഷ്ടപ്പെട്ട കുറേയധികം ജീവനുകളുണ്ട്, അവരുടെ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ട്. അതിനെ ഒന്ന് നമ്മൾക്ക് പിന്നീട് ഏതെങ്കിലും രീതിയിൽ പരിഹരിക്കാമോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ അവരുടെ പിൻഗാമികളായിട്ടുള്ള കുറേയധികം ആൾക്കാർക്ക് പൗരത്വം പോലും കൊടുക്കുന്ന കാര്യത്തിൽ ആ ഒരു തെറ്റിദ്ധരുത്തലിന് വേണ്ടിയിട്ട് എന്ന് പറയുന്നതെല്ലാം ഈ പാർട്ടീഷനുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നേ. ഒരു പക്ഷേ തുടർന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഈ ലോകത്ത് എന്തൊക്കെ ഗുണമുണ്ടാകുമായിരുന്ന എത്രയോ മനുഷ്യരായിരുന്നു അന്ന് കൊല ചെയ്യപ്പെട്ടു പോയത് എന്നാലോചിച്ച് നോക്കുക. അത് പറയുന്ന സമയത്ത് നമ്മുടെ അദ്വാനി അവിടെ പോയിട്ട് ജിന്നയെ പ്രകീർത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റു പറഞ്ഞിട്ടില്ലേ? സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് മാത്രമേ കോൺഗ്രസിന് എതിർപ്പ് പ്രകടിപ്പിക്കാൻ കഴിയുന്നുള്ളൂ. അത് കോൺഗ്രസിന്റെ ഒരു വൈകല്യമായിട്ട് ഈ വിഷയത്തിൽ വരികയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞു കോൺഗ്രസിന് ഇക്കാര്യത്തിൽ വീഴ്ച വന്നുവെന്ന്. ഞങ്ങൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലെ ചരിത്രബോധമോ ചരിത്ര പുസ്തകങ്ങളോ ഒന്നും അല്ലല്ലോ ഇപ്പോഴുള്ളത്. ഞാനൊരു കാര്യം കൃത്യമായി പറയാം. ഇവിടെ യഥാർത്ഥത്തില് ഇന്ത്യൻ മതേതരത്വത്തെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ അവർ ചരിത്ര പുസ്തകങ്ങളിൽ ഉയർത്തിക്കാട്ടേണ്ട ഒരു വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹം ഇന്ന് നമ്മുടെ സ്കൂൾ പാഠ പുസ്തകങ്ങളുടെ ചരിത്ര പുസ്തകങ്ങളിലുണ്ടോ? NCERT-യുടെയും CBSE-യുടെയും ഒക്കെ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? കുത്തബ് മീനാറിന്റെ മിനാരങ്ങളിൽ വന്ന് പ്രവാചകന്റെ മാലാഖ എന്നോട് ചോദിക്കുകയാണ്, മതേതര ഇന്ത്യ വേണോ അതോ വർഗീയ പാകിസ്ഥാൻ വേണോ എന്ന് പറഞ്ഞാൽ ഞാൻ 1000 വട്ടം പറയും എനിക്ക് വേണ്ടത് മതേതര ഇന്ത്യയാണ് എന്ന്. അങ്ങനെ പറഞ്ഞ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ന് ഏതെങ്കിലും ചരിത്ര പാഠപുസ്തകങ്ങളുണ്ടോ? അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ പ്രശ്നം. ഇവിടെ നമ്മൾ ടെക്നിക്കാലിറ്റീസ് അല്ല ഞങ്ങൾ പറയുന്നത്, ഇവിടെ ചരിത്രം റീറൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എന്താണ് ഭരണകൂടത്തിന്റെ അജണ്ട? ഇവിടെ വളരെ സത്യസന്ധമായിട്ടാണ് അന്ന് വിഭജനത്തിൽ മരണപ്പെട്ട ആളുകൾ, കൊല്ലപ്പെട്ട ആളുകൾ, ഞാൻ ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കരോട് എല്ലാ ബഹുമാനം തന്നെ പറയുകയാണ്. വളരെ കൃത്യമാണെങ്കിൽ, കാരണം നമ്മൾ അവരെ സ്മരിക്കണം. കാരണം അവര് നിർഭാഗ്യവരായ ആളുകൾ, ഒരുപക്ഷെ ഒരു കാരണം പോലും ഇല്ലാതെ കൊല്ലപ്പെട്ട ആളുകൾ എന്ന് വേണം നമുക്ക് സത്യസന്ധമായിട്ട് പറയാം. പക്ഷെ പ്രശ്നം എന്താണ്? ഇവിടെ എല്ലാത്തിനെയും ഒരു അജണ്ടയുടെ ഭാഗമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ, എല്ലാത്തിനെയും ഒരു അജണ്ടയുടെ ഭാഗമായി ഉപയോഗിക്കപ്പെടുമ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഇതിനെ സംശയിക്കുന്നത്. ഈ രാജ്യത്ത് നടക്കാൻ പോകുന്ന ചർച്ചകൾ പോലും, റീറൈറ്റ് ചെയ്യപ്പെടുന്ന പുസ്തകങ്ങൾ പോലും നാളെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്
ഞങ്ങൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരിക്കലും സിഖ് കലാപത്തിന്റെ ചരിത്രത്തെ ഞങ്ങൾ ഹിസ്റ്ററി പാഠപുസ്തകങ്ങളും ഞങ്ങൾ എടുത്ത് കളഞ്ഞിട്ടില്ല. 84 ശേഷവും ഇന്ത്യ മഹാരാജ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്താണോ വസ്തുതകൾ ആ വസ്തുതകൾ അതേപോലെ തന്നെ ഞങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും അപകടകരമായ കാര്യം എന്ന് പറയുന്നത് ഈ ചരിത്രത്തെ വെച്ചൊടിക്കലാണ്. അവിടെയാണ് ഇതുപോലെയുള്ള അജണ്ടകൾ വരുമ്പോൾ അത് ഒരു കാര്യം പറഞ്ഞു. ഞാൻ പറയുന്നത് അതിനെയാണ്, അല്ലാതെ ടെക്നിക്കൽ അല്ല റോണി സാർ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് മതേതരത്വം എന്ന് അങ്ങ് പറയുന്നതേ പലപ്പോഴും ഈ നെഹ്റുവിയൻ സെക്കുലറിസമാണ്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും സ്വന്തം സ്വത്തും, ഞാൻ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ്, ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്. ഈ ബഹുഭൂരിപക്ഷം ആൾക്കാരും മതസൗഹാർദ്ദം ഒക്കെയാണ്. ഈ നെഹ്റുവിയൻ സെക്കുലറിസം എന്ന് പറയുന്ന ലെഫ്റ്റ് ലിബറൽ ലൈൻ, ഗാന്ധിജി അങ്ങനെ ആയിരുന്നില്ല. ഗാന്ധിജി ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് എന്നാണ് നമ്മുടെ എല്ലാ നേതാവായ ശശി തരൂർ സാർ. ശശി തരൂറിന്റെ പുസ്തകത്തിൽ, അദ്ദേഹത്തിന്റെ ലോകപ്രസിദ്ധമായ പുസ്തകത്തിൽ അദ്ദേഹം ഗാന്ധിജിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹിന്ദു ആക്ടിവിസ്റ്റ് ഹു ഡിഫീറ്റഡ് ദ ബ്രിട്ടീഷ് എംപയർ എന്നാണ്. അപ്പോൾ മതസൗഹാർദ്ദം എന്നൊരു ലൈൻ വെക്കണം. രണ്ട്, മൗലാന അബുൽ കലാം ആസാദ് ഒരു പരിശുദ്ധ ഖുറാൻ പണ്ഡിതനാണ്. മക്കത്താണ് ജനിച്ചത്, വിശുദ്ധ മക്കയിലാണ് ജനിച്ചത്. അദ്ദേഹം ഒരു മത സൗഹാർദ്ദവാദിയാണ്. അപ്പൊ ഈ കേവലം മതേതരത്വത്തിന്റെ പേരിൽ ചില കാര്യങ്ങൾ നമ്മൾ മിണ്ടാതിരിക്കണം. ഹിന്ദു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയരുത്, പകരം മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ നേരിടണം അല്ലെങ്കിൽ പ്രതിരോധിക്കണം, അതിന് ന്യൂനപക്ഷ അവകാശങ്ങൾ കൊടുക്കാം. നമ്മുടെ നാട്ടിലെ മന്നത്വത്തിനാണ് ഇത് പറയുന്നുണ്ട്. ഈ മതേതരത്വം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവസാനം നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോവുകയും ചെയ്യും. മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും കാര്യം വരുമ്പോൾ അത് ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറഞ്ഞ് അവരുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അപ്പൊ ഈ മതേതരത്വം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് നൽകുന്ന ഒരു പണിയാവരുത്. പകരം എല്ലാരെയും ഒരുമിപ്പിക്കുന്ന ഒരു മതസൗഹാർദ്ദമെന്നോ ബഹുസ്വരതയെന്നോ പറയുന്ന ഒരു ആംഗിൾ വേണം. മൗലാന അബുൽ കലാം ആസാദ് വിശ്വാസിയാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ അങ്ങ് ഓർക്കണം. യഥാർത്ഥത്തിൽ സോക്കോൾഡ് മതേതരവാദിയായിരുന്ന ജിന്ന സെക്കുലർ ആയിരുന്നു. ജിന്ന വിശ്വാസിയായിരുന്നില്ല, പന്നിയിറച്ചി കഴിക്കുന്നവരായിരുന്നു, മദ്യം കഴിക്കുന്നവരായിരുന്നു. ജിന്ന ആത്യന്തികമായി ഈ മതനിഷേധിയായ ജിന്നയാണ് പാകിസ്ഥാന്റെ പിതാവായി മാറിയത്. ചരിത്രപരമായ കാരണങ്ങളുണ്ട്, ഇല്ലാതൊന്നും പറയുന്നില്ല. ജസ്വന്ത് സിംഗിന്റെ പുസ്തകം പറയുന്നുണ്ട്, അദ്വാനിജി പറയുന്നുണ്ട്. പക്ഷേ ഈ കോംപ്ലക്സ് വിഷയങ്ങളെ കോൺഗ്രസിന് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ വിഷയം തന്നെ കോൺഗ്രസിന് എടുക്കാൻ കഴിയുന്ന നിലപാട് പാർട്ടീഷൻ ഫോറിനെ നമ്മൾ അനുസ്മരിച്ചോട്ടെ, എന്നാൽ അതോടൊപ്പം ചരിത്രത്തിൽ നമുക്കുണ്ടായ പോസിറ്റീവുകളും ഈ വിഷയത്തെ നമ്മൾ അതിജീവിച്ചതും ഇന്ത്യ മഹാരാജ്യം അതിൽ നിന്ന് മുന്നോട്ട് വന്നുവെന്നും പാകിസ്ഥാൻ പോലെ ഫെയിൽ സ്റ്റേറ്റ് ആയില്ലെന്നും പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾ നേരിടേണ്ടത് പോലെയല്ല ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും അഭിവൃദ്ധിപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. അത് കോൺഗ്രസിന് അഭിമാനമായി കൊണ്ടുപോകാവുന്ന കാര്യമായിരുന്നു, മുന്നോട്ട് കൊണ്ടുപോകാവുന്ന കാരണം കോൺഗ്രസ് ആണ് രാജ്യം ഭരിച്ചിരുന്നത്. അല്ല, ഞങ്ങൾ ഭരിച്ച 50 വർഷം ഞങ്ങൾ പ്രസന്റ് ചെയ്തത് ഇതുപോലുള്ള നരേറ്റീവ് ആയിരുന്നു. ഈ രാജ്യം എല്ലാവരുടേതുമാണ്, ബഹുസ്വരതയാണ്, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റിയാണ്. കാരണം ഞങ്ങളുടെ ഈ രാജ്യത്തെ ഭരണഘടന രൂപീകരിച്ചത് തന്നെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിങ്ങും അതിനുശേഷം അതിന്റെ ഭരണഘടനയുടെ ഇംപ്ലിമെന്റേഷനിലും എല്ലാം ഞങ്ങൾ മുന്നോട്ട് ചെയ്ത ആശയം എന്ന് പറയുന്നത് മതേതരത്വമാണ്. ഇനി മതേതരത്വം എന്ന് പറയുന്നത് സ്റ്റേറ്റിന് സ്വീകരിക്കാവുന്ന ഒരു ഒഫീഷ്യൽ പോളിസി മതേതരത്വമാണ്. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ഒരു സെക്കുലർ സ്റ്റേറ്റ് ആയി മാറിയതിൽ നമ്മൾ അതിനകത്ത് കുറ്റം കാണേണ്ടതില്ല. കാരണം പാകിസ്ഥാൻ എന്തായിരുന്നു അതുകൂടെ നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ട് വൈ ഇന്ത്യ ബിക്കം എ സെക്കുലർ സ്റ്റേറ്റ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ടൈം? അതിന് there was a reason. കൂടിയുണ്ട്. ഇത് കോൺഗ്രസ് ആ ഒരു ട്രാപ്പിൽ വീണില്ല എന്നും വേണമെങ്കിൽ പറയാം കേട്ടോ, ആ രീതിയിലും വ്യാഖ്യാനിക്കാം. BJP കുഴിച്ച ആ ഒരു ട്രാപ്പിൽ വീണില്ല എന്നും. ഞാൻ പറഞ്ഞത് ഞാനിതിനെ ഒരു ട്രാപ്പ് വിഷയമായിട്ടല്ല കരുതുന്നത്. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് രാഷ്ട്രത്തിനെ സംബന്ധിക്കുന്നതാണ്. കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് മാത്രമാണ് പൊളിറ്റിക്കൽ ഐഡിയോളജിയെ സ്വാധീനിക്കേണ്ടത്. ആ ഒരു ഡിസ്റ്റിങ്ഷൻ കോൺഗ്രസിന് എന്തുകൊണ്ടോ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് രാജ്യത്തിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഇത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെട്ടതിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമൊന്നും അല്ലല്ലോ ഈ പാർട്ടീഷൻ. അപ്പോൾ അതുകൊണ്ട് പാർട്ടീഷന്റെ കാര്യത്തിൽ അവരുടെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള റോളോ അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് പ്രിവെന്റ് ചെയ്തില്ല, ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ പ്രസക്തിയില്ല. പക്ഷേ 2021 മുതലാണ് ഈ തോന്നൽ ഉണ്ടായത് ഇങ്ങനെ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന്. അല്ല, അതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 2019 നമ്മൾ CAA കൊണ്ടുവന്നതെന്ന് ചോദിക്കാം. എന്തുകൊണ്ടാണ് വാജ്പേയി ഇരുന്ന സമയത്ത് കൊണ്ടുവരാഞ്ഞത്? ഒരു സർക്കാർ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ആ വർഷം തന്നെ നടപ്പാക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ നമ്മുടെ സൈന്യത്തിന്റെ പതാകകളിലെല്ലാം അതിൻ്റെ ഒരു ക്യാൻറ്റണിൽ ബ്രിട്ടീഷ് ഫ്ലാഗ്, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിന്റെ ഫ്ലാഗ് കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. നമ്മുടെ ആർമിയുടേതും നമ്മുടെ നേവിയുടേതും നമ്മുടെ എയർഫോഴ്സിന്റെയും എല്ലാം ഒഫീഷ്യൽ ഫ്ലാഗുകളിൽ അങ്ങനെയായിരുന്നു. ഇതിൽ പലതും പല കാലങ്ങളിൽ എടുത്തു മാറ്റി. ഇപ്പം ഏറ്റവും അവസാനം നേവിയിൽ നിന്ന് മാറ്റുന്നത് എപ്പോഴാണ്? ഈ കഴിഞ്ഞ ടൈമിലല്ലേ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് മാറ്റുന്നത്. അതുവരെ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തും നമ്മുടെ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ ഭരിച്ചിരുന്ന സമയത്തെല്ലാം തന്നെ ബ്രിട്ടന്റെ പതാക, ഇംഗ്ലണ്ടിന്റെ ഫ്ലാഗാണ് നമ്മുടെ സൈന്യത്തിന്റെ പതാകയിൽ ഉണ്ടായിരുന്നത്. അതവിടെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അത് നേരത്തെ എടുത്ത് കളയാഞ്ഞെന്നൊക്കെ ചോദിക്കുന്നതിനൊന്നും ഒരർത്ഥവുമില്ല. അങ്ങനെ ഒരു മാറ്റം വരുത്തണമെന്ന് തോന്നുന്നു, ആ മാറ്റം വരുത്തുന്നു, അത്രയേ ഉള്ളൂ. അതിന് ടൈമിങ്ങിനെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് എന്ത് കാരണത്താലായാലും
ഇത് രാജ്യ താല്പര്യത്തിലാണ്. ഇനി ഇതിനെ വേണമെങ്കിലും കോൺഗ്രസിന് വേണമെങ്കിൽ ഉപയോഗിച്ചുകൂടെ? അതായത് ഈ ഒരു പാർട്ടീഷൻ ഹൊറേഴ്സ് റിമംബറൻസ് ഡേ എന്ന് പറയുന്നതിനോട് ഞങ്ങൾ ഹോൾ ഹാർട്ടഡ്ലി യോജിക്കുന്നു, പക്ഷെ അതിന്റെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള വിദ്വേഷ പ്രചരണത്തിന് ശ്രമിച്ചാൽ ഞങ്ങൾ എതിർക്കുന്നു എന്നൊരു ലൈൻ എന്ന് പറഞ്ഞ പോരെ. ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഈ കൊടുക്കുന്ന ഒരു ഇംപ്രഷൻ എന്താ പബ്ലിക് ഒപ്റ്റിക്സ്? ആൾക്കാർ കാണുന്നത് എന്താ? ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ വലിയൊരു അനീതി നടന്നിരിക്കുന്നതിനെ അതിനെ ഓർക്കുന്ന ഒരു ദിവസം, ഒരു ട്രാജഡിയെ ഓർക്കുന്ന ദിവസം കോൺഗ്രസ് ചിത്രത്തിലില്ല. കോൺഗ്രസ് അപ്പുറത്ത് നിന്നത് മുദ്രാവാക്യം വിളിക്കുകയാണ്. അതെന്തിനാണ്? ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഇപ്പൊ സാധാരണ ഒരു ആവറേജ് ഇന്ത്യൻ ഇത് കാണുന്ന സമയത്ത് അയാൾ ചിന്തിക്കുന്നത് എന്താ? ഒരു ആവറേജ് ഇന്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ളവരും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരോടെല്ലാം തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മമത ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളാണ് ഒരു ആവറേജ് ഇന്ത്യൻ. അയാൾ ആദ്യം ഒരു ഇന്ത്യനാണ്, പിന്നെയുള്ള അയാളുടെ ജാതി മതമൊക്കെ വരുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ നോക്കുന്ന സമയത്ത് ഇതിന്റെ ഈ ഒരു സ്പെക്ട്രത്തിൽ കോൺഗ്രസ് എവിടെയാണ് നിൽക്കുന്നത്? കോൺഗ്രസ് ഇതിലില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചാമ്പ്യൻ ചെയ്തിരുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, അതുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ, അത് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, ഇല്ലാത്തതുണ്ടായിരിക്കും. പക്ഷെ അവിടെ കൊഴിഞ്ഞു പോയിരിക്കുന്ന മനുഷ്യജീവനുകൾ, ആ ജീവനുകളെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമല്ലേ? ശരി, അതിൽ നിന്നാണ് കോൺഗ്രസ് പിന്തിരിയുന്നത്. അത് കോൺഗ്രസ് സാങ്കേതികമായ കാര്യങ്ങൾ പറയുകയും ഒപ്പം സംഘപരിവാർ അജണ്ട അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമമാണ്, അതിന് വഴങ്ങില്ല എന്ന് പറയുകയും ചെയ്തുകൊണ്ടാണ് അങ്ങനെ പ്രതിരോധം തീർക്കുന്നത്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് സംസ്ഥാന ഗവർണർ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുവെന്ന് 55% പ്രേക്ഷകർ, ഇല്ല എന്ന് 42%. റൈറ്റ് ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.